ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിൽ ഉണർത്തുന്നത്. സക്കാത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിന് മേൽ നിർബന്ധമാക്കി വെച്ചിട്ടുള്ള അവന്റെ സമ്പത്ത് കൊണ്ട് ചെയ്യേണ്ട ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണോ സമ്പത്ത് നൽകിയിട്ടുള്ളത് ആ സമ്പത്തിൽ ഒരു നിശ്ചിത തുക അവന്റെ കയ്യിൽ എത്തുകയും അതൊരു വർഷം തികയുകയും ചെയ്താൽ അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗങ്ങളിലേക്ക് 8 വിഭാഗങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പഠിക്കുക എന്നുള്ളത് സമ്പത്തുള്ള വ്യക്തികളെ കുറിച്ച് സംബന്ധിച്ച് നിർബന്ധമാണ്. അവരെ സംബന്ധിച്ച് അതൊരു സുന്നത്തായ ഒരു പഠനമല്ല. എന്നാൽ അതല്ലാത്ത സമ്പത്തില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കുക എന്നുള്ളത് ദീനിൽ മറ്റേതൊരു ഇൽമും നേടുന്നത് പോലെ വളരെയധികം ഏതൊരു സുന്നത്തായ മറ്റ് ഇബാദത്തുകളെക്കാളും പുണ്യകരമായ ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, സക്കാത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിസ്കാരത്തോടൊപ്പം ഉടനീളം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഖുർആനിൽ 32 സ്ഥലങ്ങളിൽ സക്കാത്തിനെ കുറിച്ചിട്ടുള്ള പരാമർശമുണ്ട്. അതിൽ 28 തവണയും അത് നിസ്കാരത്തോടൊപ്പമാണ്. വഅഖീമുസ്സലാ വആതുസ് സക്കാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലദീന യുഖീമൂനസ്സലാ വയുതൂനസ് സക്കാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്. അങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സക്കാത്തിനെ നിസ്കാരത്തോടൊപ്പം തന്നെ പറയുന്നത് സക്കാത്തിന്റെ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിനെ കുറിച്ച് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. സമ്പത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് 2 ചോദ്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എവിടുന്നാണ് സമ്പാദിച്ചത് എന്ന് ചോദിക്കും, പിന്നീട് എവിടെയാണ് ചെലവാക്കിയിട്ടുള്ളത് എന്നും ചോദിക്കും. അവൻ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അതിനുള്ള ചോദ്യം അത് വേറെ തന്നെയുണ്ട് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, കഴിഞ്ഞുപോയ എല്ലാ ഉമ്മത്തിനും ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്. വഫിത്നതു ഉമ്മതി അൽമാൽ, എന്റെ ഉമ്മത്തിൽ ഫിത്ന എന്ന് പറയുന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട് സമ്പത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ഈ ഹക്കിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലെ, ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും, എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് അതിലിങ്ങനെ കൊടുക്കണം എന്ന് പറയുക. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിഷേധിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ നിഷേധിക്കുന്ന ആളുകളുടെ വിധി എന്ന് പറഞ്ഞാൽ അവർക്ക് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. ദീനുൽ ഇസ്ലാമിൽ അവൻ മുസ്ലിം എന്ന് പറയുകയില്ല, സക്കാത്ത് അവൻ കൊടുക്കാൻ സാധിക്കുകയില്ല. ഒരാൾ പറയുകയാണ് ഇങ്ങനെ 2.5% കൊടുക്കുക, ഇതൊന്നും എനിക്ക് സാധിക്കുകയില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ആർക്കെങ്കിലും കണ്ടാൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ഇത്രേ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് നിഷേധ സ്വരത്തിൽ ഒരാൾ പറഞ്ഞാൽ അവൻ കാഫിറായിരിക്കുന്നു. ദീനുൽ ഇസ്ലാമിൽ അവന് യാതൊരു സ്ഥാനവുമില്ല. എന്നാൽ ഒരാൾ മടി കൊണ്ട്, അവന്റെ ബുഖ്ല് കൊണ്ട്, പിശുക്ക് കൊണ്ട് അങ്ങനെ അവൻ സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും പറഞ്ഞത് അവൻ കാഫിറാകുകയില്ല. എന്നാൽ ഇമാം അഹ്മദ് റഹിമഹുള്ളയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, നിസ്കാരം ഒരുവൻ മടി കൊണ്ട് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാകുന്നത് പോലെ സക്കാത്ത് ഒരുവൻ പിശുക്ക് കൊണ്ട് ഉപേക്ഷിച്ചാലും കാഫിറാകും എന്ന് ഇമാം അഹ്മദ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. ഗൗരവമുള്ള കാര്യമാണ്. ഇനി അഥവാ കാഫിർ ആയിട്ടില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? അവൻ വലിയ വൻപാപത്തിലാണ് അവൻ വീണിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇനി എന്താണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിന്റെ അർത്ഥം പരിശുദ്ധി എന്നൊക്കെയാണ്. അതുപോലെ വളർച്ച, അന്നമാ എന്നുള്ള അർത്ഥമുണ്ട്. ഈ പറയുന്ന ഓരോ വാക്കുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് സക്കാത്തിന്റെ ഉപകാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രതിഫലിക്കുന്ന കാര്യങ്ങളാണ്. സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ധനത്തിൽ യഥാർത്ഥത്തിൽ വളർച്ചയാണ് ഉണ്ടാവുക, ഒന്നും കുറഞ്ഞു പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സക്കാത്ത് കൊടുക്കുക വഴി ഒരുവന്റെ സമ്പത്തിൽ ഒന്നും തന്നെ കുറഞ്ഞു പോവുകയില്ല, വളർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
അതുപോലെ അത് കൊടുക്കുന്നവന്റെ ഹൃദയത്തിനും അവന്റെ സമ്പത്തിനും പരിശുദ്ധിയാണ്. കൊടുക്കുന്നവന്റെ ഹൃദയത്തിലുള്ള പിശുക്ക് എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട രോഗം അതില്ലാതായിത്തീരുന്നു. അതുപോലെ തന്നെ സാധുക്കളായ ആളുകളോട് അവൻ അനുകമ്പയുണ്ടാകുന്നു. അവരുടെ ഏറ്റവും നല്ല രൂപത്തിൽ അവരെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നു. അങ്ങനെ ധാരാളം ഒരുപാട് ഫായിദകൾ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. സക്കാത്ത് അത് ഹിജ്റ 2-ാം വർഷമാണ് അത് ശർആക്കിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതല്ല സക്കാത്ത് അത് മക്ക കാലഘട്ടത്തിൽ തന്നെ ഉണ്ട് എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അതിനൊരു വിശദീകരണത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, മക്ക കാലഘട്ടത്തിലാണ് അതിന്റെ ആരംഭം സക്കാത്ത് കൊടുക്കണമെന്നുള്ള കൽപ്പന വന്നത്. എന്നാൽ പിന്നീട് അതിന്റെ അൻസാബുകളെക്കുറിച്ച്, അതിന്റെ നിസാബുകളെക്കുറിച്ച്, ഓരോ വസ്തുക്കളും എത്ര എത്തിയാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നതെല്ലാം മദീന കാലഘട്ടത്തിലാണ് വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. സക്കാത്ത് നിസ്കാരം പോലെ തന്നെ കഴിഞ്ഞ ഉമ്മത്തുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ ഉമ്മത്തിനൊക്കെ സക്കാത്ത് ശർആക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. ബനു ഇസ്രായേലുകാർക്ക് അവർക്ക് നിസ്കാരത്തോടൊപ്പം തന്നെ സക്കാത്തും കൊടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് സൂറത്തുൽ ബഖറയിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകാരോട് കരാർ അല്ലാഹു സുബ്ഹാനഹു വ തആല വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ കരാറിൽ ഉൾപ്പെട്ടിരുന്നത്? ലാ തഅബുദൂന ഇല്ലല്ലാഹ്. ഒന്നാമതായി ആ കരാർ, നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല, ഇബാദത്ത് ചെയ്യാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യണം. അത് ബനു ഇസ്രായേലുകാരോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വാങ്ങിയിട്ടുള്ള കരാറാണ്. അതുപോലെ തന്നെ വദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ, പാവപ്പെട്ട മിസ്കീന്മാർക്ക്, അഗതികൾക്ക്, ദരിദ്രർക്ക്, അതുപോലെ തന്നെ അടുപ്പക്കാരായ കുടുംബക്കാരായ ആളുകൾക്ക് അവർക്കൊക്കെ നിങ്ങൾ നന്മ ചെയ്യണമെന്ന് പറഞ്ഞു. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ല വാക്കുകൾ പറയണം. ഇതൊക്കെ അവരോട് കരാർ വാങ്ങിയിട്ടുള്ള കാര്യമാണ്. അതിനോട് ചേർത്ത് പറഞ്ഞ കാര്യമാണ് വഅഖീമുസ്സലാ വഅതുസ് സക്കാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കണം. മുൻകഴിഞ്ഞ ബനു ഇസ്രായേലുകാർക്കും അവർക്കും അവരുടെ സമ്പത്തിൽ സക്കാത്ത് കൊടുക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാം, അദ്ദേഹം തൊട്ടിൽ നിന്ന് സംസാരിച്ച കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. തൊട്ടിൽ നിന്ന് സംസാരിച്ച വ്യക്തിയാണ് മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം. അദ്ദേഹം എന്താണ് ആ തൊട്ടിൽ നിന്ന് സംസാരിച്ചത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജഅലനീ മുബാറകൻ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുള്ളവനാക്കിയിട്ടുണ്ട്. ഐനമാ കുൻതു, ഞാൻ എവിടെ പോയാലും ആ ബറക്കത്ത് എന്നോടൊപ്പം ഉണ്ടാകും. അതുപോലെ വഔസാനി ബിസ്സലാത്തി വസ്സകാ മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിസ്കാരം അത് നിലനിർത്തേണ്ടതുണ്ട്, അത് കൽപ്പിച്ചിട്ടുണ്ട് എന്നോട്. അതുപോലെ സക്കാത്ത് കൊടുക്കാനും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞുപോയ സമുദായങ്ങളിലും നിസ്കാരവും സക്കാത്തുമെല്ലാം ഉണ്ടായിരുന്നു എന്ന് കാണുന്ന ധാരാളം തെളിവുകളുണ്ട്. ഇസ്മായിൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറയുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാത്ത ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാം. കഴിഞ്ഞുപോയ ഉമ്മത്തിലുമെല്ലാം തന്നെ സക്കാത്ത് ഉണ്ട് എന്നുള്ളത് കാണാം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് അത് നിർബന്ധമാണെന്നുള്ളതിന് തെളിവ് അത് നമുക്ക് ഖുർആനിലുണ്ട്. നമ്മളെ തെളിവ് അതാണ്. ഖുർആനിലും ഹദീസിലും വന്നു കഴിഞ്ഞാൽ അതാണ് നമുക്ക് തെളിവാകുന്നത്. ഖുർആനിൽ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, വഅഖീമുസ്സലാ വആതുസ് സക്കാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. അപ്പൊ സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അതാണ് ഫിഖ്ഹിലെ പൊതു തത്വം. അതാണ് അൽ അംറു യദുല്ലു അൽ വുജൂബ്, വുജൂബിനെ അറിയിക്കും. അംർ, അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് വാജിബാണെന്നാണ്. അത് വാജിബല്ല എന്നുള്ളതിന് വേറെ തെളിവ് വേണം. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, അത് അസ്ൽ എന്താണ്, അടിസ്ഥാനം അത് നിർബന്ധമാണ് എന്നാണ്. അപ്പോൾ സക്കാത്ത് കൊടുക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെയും പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ സമ്പത്തുകളിൽ നിന്നും സദഖ സ്വീകരിക്കുക. ഭരണാധികാരികളോട് പറയുകയാണ്. ഭരണാധികാരികൾ അവർ സക്കാത്തിന് അർഹരായ, സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾക്ക്, സക്കാത്ത് പിരിക്കേണ്ട ആളുകൾക്ക് അവരോട് പോയി സക്കാത്ത് പിരിക്കാൻ ഭരണാധികാരികളോട് കൽപ്പനയാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, ആ സക്കാത്ത് കൊണ്ട്, ആ സക്കാത്ത് പിരിക്കുക വഴി അവർക്ക് പരിശുദ്ധി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവർക്ക് സംസ്കരിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അങ്ങനെ ധാരാളം തെളിവുകൾ കാണാം. അതിൽപ്പെട്ടതാണ് യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, വിശ്വസിച്ചവളെ, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുക. വമിമ്മ അഖ്റജ്നാ ലക്കും മിനൽ അർദ്, അതുപോലെ തന്നെ അല്ലാഹു ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവന്ന, ഭൂമിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വിളകളിൽ നിന്നും നിങ്ങൾ സക്കാത്ത് കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള പ്രസിദ്ധമായ ഹദീസിൽ നമുക്ക് കാണാം,
ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ദീനുൽ ഇസ്ലാം, അതൊരുവന്റെ ദീനുൽ ഇസ്ലാം അവൻ 5 കാര്യങ്ങളിലാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. അഥവാ അതിന്റെ അർക്കാനുകളാണ്, അതിന്റെ തൂണുകളാണ്, പഞ്ചസ്തംഭങ്ങളാണ്. എന്നിട്ട് ഓരോന്നോരോന്നായി പറഞ്ഞു. ഒന്നാമതായി പറഞ്ഞു ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നതാണ് ഇതിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് വ ഇഖാമിസ് സലാ, നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഈതാഇസ് സകാത്ത്, സകാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നാലാമതായി പറഞ്ഞു വസൗമി റമളാൻ, റമളാൻ മാസത്തിലുള്ള നോമ്പ്. അഞ്ചാമതായി പറഞ്ഞു ഹജ്ജിൽ ബൈത്തി ഇൻ ഇസ്തതാഅ ഇലൈഹി സബീല, വഴിയാൽ ഒരാൾക്ക് മക്കത്ത് പോകാൻ സാധിച്ചാൽ, അവന്റെ ആരോഗ്യവും സമ്പത്തുമായി സാധിച്ചാൽ ഹജ്ജ് ചെയ്യുക. ഇത് 5 ഒരാളുടെ 5 പഞ്ചസ്തംഭങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഒരാളിൽ ഇല്ലാതായി പോയാൽ അവന്റെ ഇസ്ലാം ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടായേക്കും. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത രൂപത്തിൽ ആക്ഷേപിച്ചതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വല്ലദീന യക്നിസൂന അസ്സഹബ്, വല്ലദീന യക്നിസൂന അസ്സഹബ്, സ്വർണം നിക്ഷേപമാക്കി വെക്കുന്ന ആളുകൾ, വൽ ഫിദ്ദ, അതുപോലെ തന്നെ വെള്ളിയും. അന്ന് കാലത്ത് സ്വർണവും വെള്ളിയുമാണ് വിനിമയത്തിന് ഉപയോഗിച്ചിരുന്നത്. ആളുകൾ വിനിമയത്തിന് ഉപയോഗിച്ചിരുന്നത് സ്വർണവും വെള്ളിയുമാണ്. അതുകൊണ്ട് ഇത് കേവലം സ്വർണവും വെള്ളിക്ക് മാത്രമുള്ള ആയത്തല്ല, മറിച്ച് സമ്പാദ്യമായിട്ടുള്ള കാര്യങ്ങൾ, അത് കറൻസികളാകട്ടെ എന്തുമാകട്ടെ. വല്ലദീന യക്നിസൂന അസ്സഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുന്നു. വലാ യുൻഫിഖൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അത് ചെലവഴിക്കുന്നില്ല എങ്കിൽ അല്ലാഹു പറയുന്നു ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട് എന്ന് നബി അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്നിട്ട് പറഞ്ഞു യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. അന്നേ ദിവസം അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സ്വർണവും വെള്ളിയുമെല്ലാം തന്നെ അത് ചുട്ടു പഴുപ്പിച്ചെടുത്തുകൊണ്ട് അവരുടെ മുതുകുകളിലും അവരുടെ പാർശ്വങ്ങളിലും അവരുടെ നെറ്റിയിലും വെക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് പറയും ഇതാണ് നിങ്ങൾ ഭൂമിയിൽ സമ്പാദിച്ചുണ്ടാക്കിയത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുക്കാതെ നിങ്ങൾ ഭൂമിയിൽ സമ്പാദിച്ചുണ്ടാക്കി വെച്ചത് ഇതാണ് എന്ന് പറഞ്ഞ് അതിന് ശിക്ഷ കൊടുക്കും. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ ഈ നിക്ഷേപിച്ചു വെച്ച കാര്യം കൊണ്ട് നിങ്ങൾ സന്തോഷവാർത്ത, നിങ്ങൾ അത് ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയുമെന്നാണ്. ധാരാളം അങ്ങനെ ഹദീസുകളിൽ കാണാൻ സാധിക്കും, മറ്റു ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്വർണവും വെള്ളിയും എല്ലാം തന്നെ ആ നിക്ഷേപങ്ങൾ അത് വലിയ ഉഗ്ര വിഷമുള്ള ഒരു പാമ്പിന്റെ രൂപത്തിൽ വരുമെന്നാണ്. എന്നിട്ട് ഈ സക്കാത്ത് കൊടുക്കാത്തവന്റെ കഴുത്തിലേക്ക് അത് ചാർത്തിക്കൊടുക്കും. എന്നിട്ട് അതുകൊണ്ടുള്ള ശിക്ഷ അവന് ലഭിക്കുമെന്നാണ്. അങ്ങനെ ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്കുള്ള ശക്തമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശക്തമായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ആക്ഷേപങ്ങളും ഒരു ശിക്ഷയും കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അവന്റെ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ സാധിക്കുക? അള്ളാഹു കേവലം ഒന്ന് കൽപ്പിച്ചാൽ തന്നെ പോരെ അവൻ സക്കാത്ത് കൊടുക്കാൻ. കാരണം അവൻ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അവൻ എന്തായിരുന്നു? അവൻ വെറും കൈയോടെയാണ് വരുന്നത്. ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അവന്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല, അവന് വസ്ത്രം പോലുമില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, പൈസ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ്, ഞാൻ ഭക്ഷിപ്പിച്ചവരൊഴികെ. നിങ്ങളെല്ലാവരും വിവസ്ത്രവരാണ്, വസ്ത്രമില്ലാത്തവരാണ്, ഞാൻ ധരിപ്പിച്ചവരൊഴികെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാതെയാണ് നമ്മൾ വരുന്നത്, ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി. അല്ലാഹു നൽകിയതിൽ ഒരു 50% അല്ലാഹു കൊടുക്കാൻ പറഞ്ഞാൽ പോലും അത് കൂടി പോവുകയില്ല. അല്ലാഹുവാണ് മുഴുവൻ നൽകിയത്. ഒരാൾ നിങ്ങൾക്ക് മുഴുവൻ സമ്പത്ത് നൽകുകയും എന്നിട്ട് അയാൾ ഇതിൽ 50% കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയും എനിക്ക് കൊടുക്കാൻ പറ്റൂല? ഒരാൾ നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ വെറുതെ തന്നു, എന്നിട്ട് പറഞ്ഞത് 50,000 വേറൊരാൾക്ക് കൊടുക്കണം, അപ്പൊ ഞാൻ കൊടുക്കൂല എന്ന് പറയാൻ എന്ത് ന്യായമാണ് നമുക്കുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും നമ്മുടെ ആരോഗ്യവും പോലും എല്ലാം അല്ലാഹു നൽകിയതാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? വെറും 2.5%. അത് ആർക്കാണ്? ആവശ്യമുള്ള ആളുകൾക്ക്. അതെന്തെങ്കിലും പേരിൽ ചില മതങ്ങളിലൊക്കെ കാണുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പേരിൽ ഇങ്ങനെ തുലച്ചു കളയാനല്ല പറഞ്ഞത്. ആവശ്യക്കാരായ ആളുകൾക്ക് അവരുടെ കണ്ണീരൊപ്പാൻ,
അവരുടെ പട്ടിണി മാറ്റാൻ, അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കാൻ, അവർക്ക് ഭൗതികപരമായിട്ടുള്ള അടിസ്ഥാന വിഭവങ്ങൾ ഒരുക്കി കൊടുക്കാൻ സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സക്കാത്തിനെ കുറിച്ച് പഠിച്ചാൽ, ചിലപ്പോൾ ഒരു സക്കാത്തിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ ഒരാൾക്ക് ഇസ്ലാമിന്റെ മഹിമ മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാമിന്റെ നന്മകൾ ഒരാൾക്ക് മനസ്സിലാക്കാനും ദീനിലേക്ക് വരാനും ഉൾക്കൊള്ളാൻ മാത്രം മതിയായതാണ് സക്കാത്തിനെ കുറിച്ചിട്ടുള്ള പഠനം. അതിനു മാത്രം മതിയായതാണ് നമുക്ക് കാണാം. സഹോദരങ്ങളിൽ, സക്കാത്തുമായി ബന്ധപ്പെട്ട അതിന്റെ വിധിവിലക്കുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിലൊന്നാമതായി ചർച്ച ചെയ്യുന്നത് ആർക്കാണ് സക്കാത്ത് നിർബന്ധം എന്നുള്ളതാണ്. അല്ലെ, കേൾക്കുന്ന എല്ലാ ആളുകൾക്കും, ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും സക്കാത്ത് നിർബന്ധമുണ്ടോ? ലോകത്ത് മുസ്ലിമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് അംഗീകരിച്ച മുഴുവൻ ആളുകൾക്കും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അതല്ല, സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഇതാണ് ഒന്നാമത്തെ കാര്യം. സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ചില നിബന്ധനകളൊത്ത ആളുകൾക്കേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. എല്ലാ മനുഷ്യരും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ നമ്മൾ നിസ്കാരത്തിനെ കുറിച്ച് അതല്ല പറഞ്ഞത്. നിസ്കാരത്തിനെ കുറിച്ച് ഒരാൾ മുസ്ലിമായി അയാൾക്ക് ബോധമുണ്ടെങ്കിൽ മരിക്കുന്നതുവരെ ഏതവസ്ഥയിലും നിസ്കാരമുണ്ട്. അതാണ് നിസ്കാരം. ഒരാൾക്ക് ബോധമുണ്ട് എങ്കിൽ ഏതവസ്ഥയിലുമുണ്ട്. നിസ്കാരം ഒഴിവാക്കുന്ന ഒരു രംഗവുമില്ല. യാത്രക്ക് നിസ്കാരം ഒഴിവില്ല, രോഗിയായാൽ നിസ്കാരം ഒഴിവില്ല, കിടപ്പിലായാൽ നിസ്കാരം ഒഴിവില്ല. ഏതവസ്ഥയിലും അവന് വസ്ത്രമില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും എല്ലാ അവസ്ഥയിലും നിസ്കാരം അത് നിർബന്ധം തന്നെയാണ്. നിസ്കാരം ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയുമില്ല. ഒരാൾക്ക് ബുദ്ധിയുള്ളിടത്തോളം കാലം അയാൾ മരണപ്പെടുന്നത് വരെ നിസ്കാരം നിർബന്ധമാണ്. എന്നാൽ സക്കാത്ത് അങ്ങനെ എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമില്ല. ഈ പറയുന്ന ആളുകൾക്കേ സക്കാത്ത് നിർബന്ധമുള്ളൂ. അതിലൊന്നാമത് ജനങ്ങളിൽ മുസ്ലിമീങ്ങൾക്കാണ് സക്കാത്ത് നിർബന്ധം. അല്ലെ, ഏത് ഇബാദത്തും അതാണ്. ഇബാദത്തുകളുടെ ഷർത്ത് അതാണ്. മുസ്ലിം ആകുക എന്നുള്ളത് നിബന്ധനയാണ്. മുസ്ലിം അല്ലാത്ത വ്യക്തി കുറെ പാവപ്പെട്ടവർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചാൽ ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. ചിലപ്പം സക്കാത്തിനേക്കാളും കൂടുതൽ പൈസ ചെലവാക്കിയിട്ടുണ്ടാവും. അല്ല, ഒരു കാസറായ വ്യക്തിയുടെ അടുക്കൽ 10 ലക്ഷം രൂപയുണ്ട് എന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപയുടെ സക്കാത്ത് എത്രയാണ് ആകെ വരിക? 1,02,500, ഒരു 25,000 വരും. അവൻ അതല്ല, 10 ലക്ഷം സക്കാത്ത് ഉണ്ടായിട്ട് 1 ലക്ഷം തന്നെ അവൻ ചെലവഴിച്ചു എന്ന് വിചാരിക്കുക. ഒന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ പോകുന്നില്ല. ഒന്നും തന്നെ സ്വീകരിക്കാൻ പോകുന്നില്ല. എത്ര പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയാലും, എത്ര പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ഹക്കുകൾ കൊടുത്താലും അവൻ അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് കൊടുത്തിട്ടില്ല. അല്ലെ, ഇഹ്സാൻ അത് 2 രൂപത്തിലാണ്. നന്മ എന്ന് പറയുന്നത് 2 രൂപത്തിലാണ്. ഒന്ന് അള്ളാഹുവിനോടുള്ളതുണ്ട്, പിന്നീട് അടിമകളോടുള്ളത് വരികയുള്ളൂ. അള്ളാഹുവിനോടുള്ള ഇഹ്സാനിൽപ്പെട്ടതാണ് അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അവന് മാത്രം കീഴ്പ്പെടുക എന്നുള്ളത്. അവന് കീഴ്പ്പെടാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കീഴ്പ്പെടുക അല്ലെങ്കിൽ അവനെ നിഷേധിക്കുക, ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെത്ര തന്നെ അടിമകൾക്ക് നന്മകൾ ചെയ്താലും അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അപ്പൊ ഒന്നാമത്തെ ഷർത്ത് അത് മുസ്ലിം ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. മുസ്ലിം അല്ലാത്ത ആളുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നില്ല? സക്കാത്ത് സ്വീകരിക്കുന്നില്ല. മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് ഇന്നക തഅതി ഖൗമൻ അഹ്ല കിതാബ്. ഓ മുആദ്, നീ യമനിലാണ്. അന്ന് യമനിൽ അഹ്ലു കിതാബാണുള്ളത്, ഇന്നത്തെ പോലെയല്ല. അന്ന് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടെ കൂടുതലായും ഉണ്ടായിരുന്നത് നസ്രാണികളും അതുപോലെ തന്നെ യഹൂദികളുമാണ്. അവർക്കുള്ള അബിസീനിയയുമായുള്ള ബന്ധം കാരണത്താൽ അവിടെ കൂടുതലും നസ്രാണികളാണെന്നുണ്ടായിരുന്നത്. യാ അഹ്ല കിതാബ്, ഓ യാ മുആദ് ഇന്നക തഅതി ഖൗമൻ അഹ്ല കിതാബ്, നീ വേദക്കാരുടെ അടുക്കലേക്കാണ് പോകുന്നത്. എന്നിട്ട് പറഞ്ഞു, ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നീ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതിനാണ്. നസ്രാണികളാണ്, അവർക്കിത് പറഞ്ഞു കൊടുക്കണം. അള്ളാഹിനോടേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലായി കാണണം, അവിടുന്ന് പറയുന്നത് അനുസരിക്കണം. കേവലം മനുഷ്യന്മാരെ പോലെ കണ്ടാൽ പോരാ, റസൂലായി അംഗീകരിക്കണം. അതിനുശേഷം പറഞ്ഞു, ഫഇൻഹും അസാഊക ലിദാലിക്, അവർ ആ വിഷയത്തിൽ നിന്നെ അനുസരിക്കുകയാണെങ്കിൽ ഫഅലിംഹും, അവരെ നീ പറഞ്ഞു മനസ്സിലാക്കണം, അന്നല്ലാഹു ഇഫ്തറള അലൈഹിം ഫി കുല്ലി യൗമിൻ വലൈല 5 സ്വലവാത്ത്, ഓരോ രാവിലും പകലിലും, അത് ഒരു ദിവസം 5 നേരത്തെ നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിസ്കാരം ചെയ്യാൻ, നിസ്കരിക്കാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഇൻഹും അസാഊക ലിദാലിക്, ആ വിഷയത്തിൽ താങ്കൾ അവർ അനുസരിച്ചാൽ, അത് നിസ്കാരമുള്ളവനെ സക്കാത്ത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. നിസ്കാരം എല്ലാം ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അങ്ങനെ അവൻ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഫഅലിംഹും ബിഅന്നല്ലാഹു ഇഫ്തറള അലൈഹിം സദഖ തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം, അവരോട് അറിയിക്കുക, അവരിലെ ധനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. സദഖ എന്ന് ശറഇൽ പറയുന്നതൊക്കെ നിർബന്ധ സക്കാത്തിനെ കുറിച്ചിട്ടാണ്. സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്, അവരുടെ ധനികരിൽ നിന്നും എടുക്കുകയും സാധുക്കളായ ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.
അത് അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ മുസ്ലിം ആയതിനു ശേഷം മാത്രമേ അവർക്ക് സക്കാത്തിനെ കുറിച്ച് കൽപ്പിച്ചിട്ട് കാര്യമുള്ളൂ. ഒരു കാഫറിനോട് സക്കാത്ത് കൊടുക്കണം, റമളാൻ മാസത്തിൽ നോമ്പ് കൊടുക്കണം എന്നൊന്നും പറഞ്ഞ കാര്യമില്ല, പറയേണ്ടതുമില്ല. കാരണം അവൻ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. എന്നാൽ അതിന്റെ ഒന്നും അർത്ഥം സക്കാത്ത് കൊടുക്കാത്ത കാഫിർ രക്ഷപ്പെടും, നേരത്തെ നമ്മൾ പറഞ്ഞ മുസ്ലിമിന് പറഞ്ഞ ആ ശിക്ഷയൊന്നും അവർക്ക് ലഭിക്കുകയില്ല എന്നല്ല. മറിച്ച് ആ ശിക്ഷകളൊക്കെ അവർക്ക് ലഭിക്കും. അവർ നരകത്തിൽ ശാശ്വതരാകുന്നതോടൊപ്പം അവർ സക്കാത്ത് കൊടുക്കാത്തതിന്റെ ശിക്ഷ അവർക്ക് അനുഭവിക്കണം, അവർ നോമ്പ് നോൽക്കാത്തതിന്റെ ശിക്ഷ അവർക്ക് അനുഭവിക്കണം, അവർ നിസ്കരിക്കാത്തതിന്റെ ശിക്ഷ അവർക്ക് അനുഭവിക്കണം, അവർ ചെയ്യുന്ന ഓരോ തിന്മകൾക്കും അവർ നരകത്തിൽ ശിക്ഷ അനുഭവിക്കണം. കാരണം ഒരു മുസ്ലിമിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന് ഇതിൽ വീഴ്ച വരുത്തിയാൽ ശിക്ഷകൾ അനുഭവിക്കണമെങ്കിൽ അതിനേക്കാൾ കടുത്ത ശിക്ഷ ഒരു കാഫറിന് എന്തായാലും ഉണ്ട്. അപ്പൊ മുസ്ലിം ആകുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന, മുസ്ലിം ആകുക എന്നുള്ളതാണ്. പിന്നെ അവൻ സ്വതന്ത്രനായിരിക്കണം. അത് നമ്മൾ പൊതുവെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് അടിമകളെ കാണുന്നില്ല. അതുകൊണ്ട് സ്വതന്ത്രരാണ് ഇവിടെയുള്ള മനുഷ്യന്മാരൊക്കെ സ്വതന്ത്രരാണ്. മുസ്ലിമീങ്ങളെല്ലാം ഇവിടെ സ്വതന്ത്രരാണ്. ആരും അടിമകളായിട്ട് നമ്മുടെ നാടുകളില്ല, നമുക്ക് ലോകത്തും ഇന്ന് കാണാൻ ഇല്ല. അപ്പോൾ രണ്ടാമത്തത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഹുറായിരിക്കണം, അബിദാകാൻ പാടില്ല, അടിമയാകാൻ പാടില്ല. മൂന്നാമതായി അവർക്ക് എന്ത് ചെയ്യണം? മിൽക്കുൻ നിസാബ്, നിസാബ് അവരുടെ കയ്യിലുണ്ടാകണം. അത് ഓരോ സമ്പത്തിനും അതിന്റെ കണക്കുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഒരു പ്രത്യേക സമ്പത്തുകൾക്കാണ് സക്കാത്തുള്ളത്, അതിന്റെ ഒരു നിസാബ് എത്തേണ്ടതുണ്ട്. ആ നിസാബിന് താഴെ സമ്പത്ത് കൈവെക്കുന്നവരാണ് പലരും. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു സമ്പത്തില്ലാതെ അവർ ജീവിക്കുകയില്ല. പക്ഷെ ആ സമ്പത്തുള്ള വ്യക്തികളെല്ലാം തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? വേണ്ട. ഒരു നിസാബ് എത്തിയാൽ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അതിന്റെ കണക്കുകൾ ഇൻഷാ അല്ലാഹ് പറയും. അപ്പൊ ആ നിസാബ് എത്തേണ്ടതുണ്ട്. ഇനി ഒരാൾക്ക് നിസാബ് എത്തിയാൽ ഉടനെ കൊടുക്കേണ്ടതുണ്ടോ? വേണ്ട. അടുത്ത നിബന്ധന മുദിയുൽ ഹൗൽ, ഹൗല് തികയേണ്ടതുണ്ട്. ഇപ്പൊ സക്കാത്ത് ഒരാളുടെ കയ്യിൽ 10 ലക്ഷം റുപ്യ കിട്ടി, ഉടനെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? വേണ്ട. കാരണം ആ 10 ലക്ഷം റുപ്യ ഇന്ന് കിട്ടിയാൽ മുഹറം 1 കിട്ടി, അതിന്റെ ഇടയിൽ ചിലപ്പോൾ പല ചെലവുകൾ വരും. അയാൾക്ക് ചിലപ്പോൾ കാർ എടുക്കേണ്ടതുണ്ടാകും, അയാൾക്ക് വീടിന്റെ പണികൾ ഉണ്ടാകും, അയാൾക്ക് ട്രീറ്റ്മെന്റുകൾ ഉണ്ടാകും, മറ്റ് ചെലവുകൾ ഉണ്ടാകും. അപ്പൊ അടുത്ത മുഹറം 1 എന്ത് അയാളുടെ കയ്യിൽ ബാക്കിയുള്ളത്? നിസാബിന്റെ താഴെ പോയോ, അതല്ല നിസാബിന്റെ മുകളിലാണോ ഉള്ളത് എങ്കിൽ എത്ര? അതിനെ കൊടുക്കേണ്ടതുള്ളൂ, ചെലവുകൾ കഴിച്ചിട്ട് ബാക്കിയുള്ളതിന്. അപ്പൊ മുദിയുൽ ഹൗൽ അത് കഴിഞ്ഞിട്ടതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ? സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അതിൽ നിന്ന് ഒഴിവായ ചില കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അത് ഹൗല് തികയേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്. അതല്ലാത്ത പൊതുവെ സമ്പത്തിന് ഹൗല് തികയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന്റെ ഇസ്തിഖ്റാർ, അത് അവിടെ നിൽക്കണം. ആ പറയുന്ന നിസാബ് അത് അവിടെ തന്നെ നിൽക്കണം. നിസാബ് താണുപോയാൽ പുതിയ ഹൗല് തുടങ്ങും. അതുമായി ബന്ധപ്പെട്ടത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അപ്പൊ ഇതാണ് പൊതുവെ സക്കാത്ത് കൊടുക്കാനുള്ള നിബന്ധനകൾ. സക്കാത്തിന് ബുലൂഗ് എത്തുക, അതുപോലെ തന്നെ അഖലുണ്ടായിരിക്കുക തുടങ്ങിയ നിബന്ധനകളില്ല. നമ്മൾ നിസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നിസ്കാരം വാജിബാകുന്നത് പ്രായപൂർത്തി എത്തുമ്പോഴാണ്. പ്രായപൂർത്തി എത്തുമ്പോഴാണ് നിസ്കാരം വാജിബാകുക. ഉപേക്ഷിച്ചാൽ ശിക്ഷ കിട്ടുന്നത് അപ്പോഴാണ്. അതുപോലെ തന്നെ അഖലില്ലാത്തവൻ എത്ര പ്രായപൂർത്തി എത്തിയാലും അവൻ നിസ്കാരം നിർബന്ധവുമില്ല. 25 വയസ്സുണ്ട്, പക്ഷെ മന്ദബുദ്ധിയാണ്, ബുദ്ധിയില്ല എങ്കിൽ അവൻ നിസ്കാരം നിർബന്ധമില്ല. പക്ഷെ സക്കാത്ത് നിർബന്ധമാണ്. അവന്റെ രക്ഷാധികാരി സക്കാത്ത് കൊടുക്കണം. ഒരു വ്യക്തിക്ക് അയാൾക്ക് ബുദ്ധിയില്ല, അയാൾക്ക് ബുദ്ധിപരമായ പ്രശ്നങ്ങളുണ്ട്, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നിസ്കരിക്കാൻ നമ്മൾ പറയുകയില്ല. പക്ഷെ അവനൊരു അനന്തരമുണ്ട്, അവൻ ധാരാളം സ്വത്തുക്കൾ അവന്റെ പേരിൽ കിടക്കുന്നുണ്ട്. അത് അവരുടെ രക്ഷാധികാരികൾ അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് സക്കാത്തിന്റെ പ്രത്യേകതയാണ്. അതല്ലാതെ ആ സമ്പത്തൊക്കെ രക്ഷാധികാരികൾക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ പാടില്ല. ഇവന്റെ സക്കാത്ത് അതിലെ രക്ഷാധികാരികൾ മേൽ ഏൽപ്പിക്കപ്പെട്ടതാണ്, അതവർ കൊടുക്കുകയും വേണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് സക്കാത്തുമായി അതിന്റെ ഇനങ്ങൾ, എന്തൊക്കെ വിഷയത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. സക്കാത്ത് പ്രധാനമായും ഉള്ള കാര്യങ്ങൾ, അതിലൊന്നാമത്തേത് സക്കാത്തു ബഹീമത്തിൽ അൻആമാണ്, അഥവാ ആടുമാട് ഒട്ടകങ്ങൾ, വളർന്ന് പുല്ലുകൾ തിന്ന് വളർന്ന് ജീവിക്കുന്ന ആടുമാട് ഒട്ടകങ്ങൾ, അതുമായി ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് നിസാബ് എത്തിയ ആളുകൾ വളരെ കുറവായിരിക്കും. കാരണം ആടിന് സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നിസാബ് 40 ആടുകൾ ഒരാൾക്ക് ഉണ്ടാകണം. 40 ആടുകൾ ഉണ്ടാകണം. അതിൻ്റെതായി 20 ആടുകൾക്കോ 30 ആടുകൾക്കോ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സക്കാത്തില്ല. ഇനി പശുവിനെ പോലെയുള്ള പശു, പോത്ത് തുടങ്ങിയ വർഗ്ഗങ്ങളിൽപ്പെട്ടതാണെങ്കിൽ 30 എണ്ണം ഉണ്ടാകണം. അതിൽ കുറഞ്ഞതുണ്ടായാൽ അവർക്ക് സക്കാത്തില്ല. അവർക്ക് ഉദ്ദേശിക്കുന്നെങ്കിൽ കൊടുക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 40 ആട് ഉള്ളപ്പോഴാണ് സക്കാത്ത്. അതിന് ഒരാൾക്ക് ഒന്നിൽ കുറവാണ്, 39 ഉള്ളൂ. ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇല്ലാ യശാ റബ്ബുഹ, അതിന്റെ മുതലാളി, ആ ആടിന്റെ മുതലാളി അയാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കാം. അയാളൊരു നല്ലൊരു രീതിയിൽ അയാൾക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ സക്കാത്തില്ല. അതുപോലെ ഒട്ടകങ്ങളാണ്, അത് നമ്മുടെ നാട്ടിൽ പൊതുവെ ഇല്ല. ഒട്ടകങ്ങൾ തന്നെ അത് 5 ഒട്ടകം ഉണ്ടാകണം. 5 ഒട്ടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക്
ഒരു സക്കാത്ത്, അതിൽ നിന്നും ഒരു ആടാണ് കൊടുക്കേണ്ടത്. അത് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അത് നമ്മൾ പൊതുവെ അങ്ങനെയുള്ള സക്കാത്തുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ നാടുകളിൽ പൊതുവെ കുറവാണ്. ഉള്ള ആളുകൾ ഉണ്ടാകും, അവർക്കതുമായി ബന്ധപ്പെട്ട് വിശദമായി പഠിക്കാം. രണ്ട്, അതിന്റെ കണക്കുകൾ വ്യക്തമായി എഴുതണം. അത് കേട്ടുപോയതുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം 5 ഒട്ടകങ്ങൾക്ക് ഒരാടാണ്, 10 ഒട്ടകങ്ങൾക്ക് 2 ആടാണ്, 15 ഒട്ടകങ്ങൾക്ക് 3 ആടാണ്. പിന്നെ ഒട്ടകങ്ങൾ കൊടുക്കേണ്ട കണക്കുണ്ട്, 2 വയസ്സുള്ള ഒട്ടകം കൊടുക്കേണ്ട കണക്കുണ്ട്, ബിൻത്ത് ലബൂൻ എന്ന് പറയും. അങ്ങനെ അതിന്റെ കണക്കുകളുണ്ട്. അത് ഓരോ ഒട്ടകത്തിന്റെ റേഞ്ച് അനുസരിച്ച് അവർക്ക് കൊടുക്കേണ്ട സക്കാത്ത് മാറും. അത് പശു, പോത്ത്, അതിനും അങ്ങനെയുള്ള റേഞ്ചുകളുണ്ട്. അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് മാറും. അപ്പൊ അതിന്റെ കണക്കുകൾ അത് വിശദമായി പഠിക്കേണ്ട, അത് ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്. അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തുന്നതാണെങ്കിൽ അതിന് സക്കാത്തില്ല. അഥവാ നമ്മളിപ്പോ പുല്ലൊക്കെ വാങ്ങിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള തീറ്റ നമ്മൾ വില കൊടുത്ത് വാങ്ങുക, എന്നിട്ടാണ് അതിനെ പോറ്റുന്നതെങ്കിൽ അതിന് സക്കാത്തില്ല. അപ്പൊ ഒരാൾക്ക് ആടുണ്ട് എന്ന് വിചാരിക്കുക. ആടിന് വേണ്ട ഇലകൾ, അതിന് വേണ്ട പുല്ല്, അത് പൈസ കൊടുത്തിട്ട് വാങ്ങണം, എങ്കിൽ അതിന് സക്കാത്തില്ല. അത് കാരണം സായിമ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പുല്ല് തിന്ന് ജീവിക്കുന്ന, അഥവാ അല്ലത്തി തർഅ ഫീമ അംബതഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മുളപ്പിച്ച ചെടികളിൽ നിന്നും പുല്ലുകളിൽ നിന്നൊക്കെ തിന്ന് ജീവിക്കുന്ന, അതിനാണ് സായിമ എന്ന് പറയുന്നത്. ആ സായിമക്ക് മാത്രമേ സക്കാത്തുള്ളൂ. അപ്പൊ അതിനെ സക്കാത്തുള്ളൂ. അതല്ല നമ്മൾ ചെലവാക്കി വെക്കുന്ന, ഇപ്പൊ ഒരാൾക്ക് ഇനി കോഴി ഒരാൾക്കുണ്ടെന്ന് വിചാരിക്കാം, ഒരാളുടെ വീട്ടിൽ 100 കോഴിയുണ്ട്, അതിന് സക്കാത്തില്ല. അത് അയാൾ വിൽപ്പന ചരക്കാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിന് സക്കാത്തുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വേറെ വരും. അയാളൊരു പൗൾട്രി ഫാമിന്റെ വ്യക്തിയാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം കോഴി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അതൊരു കച്ചവട വസ്തുവിന്റെ ഇനത്തിൽ പെടും. അപ്പൊ കച്ചവട വസ്തുവിന്റെ ഇനത്തിലേക്കുള്ള സക്കാത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മളത് പറയും. അതല്ല എങ്കിൽ അതിനെ കേവലം പോറ്റുന്നു എന്നുള്ളത് കൊണ്ട് സക്കാത്തില്ല. ചിലപ്പോൾ അലങ്കാരം മത്സ്യങ്ങൾ പോറ്റുന്ന ആളുകളുണ്ടാവും, അവരതിനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സക്കാത്തിന്റെ ഇനത്തിലേക്ക് വരികയുള്ളൂ. അതല്ലാതെ അവരുടെ വീട്ടിൽ എത്ര വിലപിടിപ്പുള്ള മത്സ്യങ്ങൾ ഉണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള, ചിലപ്പോൾ ചില ആളുകൾ വിലപിടിപ്പുള്ള കുതിരയെ പോറ്റുന്നുണ്ടാകും, അതിന് സക്കാത്തില്ല. അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിൽപ്പന ചരക്കാക്കി മാറ്റുമ്പോൾ അതിന് പിന്നീട് സക്കാത്തിന്റെ ഇനത്തിലേക്ക് വരിക എന്നാണ്. അതല്ലാതെ ഈ പറഞ്ഞ മൃഗങ്ങൾക്കേ ഉള്ളൂ. ഇനി ഈ പറഞ്ഞ മൃഗങ്ങൾക്ക് തന്നെ അവർ ജോലി എടുക്കുന്ന മൃഗങ്ങൾ, അഥവാ ചില ആളുകളൊക്കെ അറബിയൻ രാജ്യങ്ങളിലൊക്കെ ഒട്ടകത്തിനൊക്കെ ചിലപ്പോൾ മരുഭൂമിയിൽ അതിന് ഉജറക്ക് ടാക്സി ആയിട്ട് കൊടുക്കും. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം ടാക്സി വേറൊന്നുമില്ല, ഒട്ടകത്തിലാണ് ആളുകൾ പോകുക. ചില അറബികൾക്കൊക്കെ 10ഉം 100ഉം ഒക്കെ ഒട്ടകങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവരത് ടാക്സി ആയി കൊടുത്തിട്ട് അതിൽ നിന്നുള്ള വരുമാനം സ്വീകരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒട്ടകങ്ങൾക്കും സക്കാത്തില്ല എന്നാണ്. ആ ടാക്സി ആയിട്ട് കിട്ടുന്ന അയാൾക്ക് കിട്ടുന്ന ആ വേതനത്തിൽ നിന്നും അയാൾ സക്കാത്ത് കൊടുത്താൽ മതി. അതല്ല എങ്കിൽ അതിന് സക്കാത്തില്ല. ഇതൊക്കെ സക്കാത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ ചർച്ചയിലേക്ക് പോകുന്നില്ല, കാരണം അത് വിശദമായി പറയേണ്ട എണ്ണങ്ങളുണ്ട്. അത് ഓർമ്മയിൽ നിൽക്കാൻ സാധ്യത അത് കുറവാണ്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഉള്ള വസ്തുക്കൾ, ഇപ്പൊ പശുവും മറ്റുമൊക്കെ ആയി കഴിഞ്ഞുകൂടുന്ന, ഇപ്പൊ നമ്മുടെ നാടുകളിൽ പൊതുവെ കുറവാണ്. ഇപ്പൊ തമിഴ്നാടിലോ അല്ലെങ്കിൽ പാലക്കാടോ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതിൽ നിന്നും കൃത്യമായി സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ ശിക്ഷകളെല്ലാം അവർക്ക് വരും. ചില ഹദീസുകളിൽ ഇവരുടെ ആടുമാട് ഒട്ടകങ്ങളും ഇതും ഇവരുടെ കഴുത്തിൽ ചാർത്തുമെന്ന് കാണാൻ സാധിക്കും. അത് ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ സമ്പത്തിൽ നിന്നും സക്കാത്ത് കൊടുക്കാൻ അവർ അത് പഠിക്കേണ്ടതുണ്ട്. അതിന്റെ കണക്കുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം നാം മുമ്പേ കേട്ടിട്ടുള്ള നിർബന്ധമായ പഠനത്തിനാണ് വരിക. അല്ലെ, നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണത്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമിനും ഇൽമു പഠിക്കൽ നിർബന്ധമാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അവന് നിർബന്ധമുണ്ടോ അതൊക്കെ പഠിക്കൽ നിർബന്ധമാണ്. അതിലാണ് അത് പെടുക. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. എന്നാൽ അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളും അതല്ലാത്ത ആളുകളും അത് പഠിക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായ കാര്യത്തിൽപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സക്കാത്തുൽ ഹുബൂബി വസ്സിമാർ, നമ്മുടെ കാർഷിക വിളകളിൽ നിന്നൊക്കെയുള്ള സക്കാത്താണ്. അങ്ങനെയുള്ള കാർഷിക വിളകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് സക്കാത്തുണ്ട്. പക്ഷെ അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അതിന് ഹൗല് തികയേണ്ടതില്ല. അതിന് നിസാബ് മാത്രമേ ഉള്ളൂ. അതിന് ഹൗലില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു മുദിയുൽ ഹൗലൊരു ഷർത്താണെന്ന് പറഞ്ഞു. പക്ഷെ അതെല്ലാത്തിനുമില്ല. ഇങ്ങനെയുള്ള വിളകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സക്കാത്ത് എന്ന് പറയുന്നത് അതിന്റെ വിളയെടുക്കുന്ന ദിവസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വആതു ഹഖ്ഖഹു യൗമ ഹസാദിഹി, വആതു ഹഖ്ഖഹു, അതിന്റെ ഹക്ക് നിങ്ങൾ കൊടുത്തു വിട്ടുക.
സക്കാത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. യൗമ ഹസാദിഹി, അതിന്റെ വിളവെടുക്കുന്ന ദിവസം. എപ്പോഴാണ് വിളവെടുക്കുന്നത് അപ്പോഴാണ് അത് കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാ വിളകൾക്കും കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല, എല്ലാത്തിനും കൊടുക്കേണ്ടത്. ഇപ്പൊ നേന്ത്രവാഴയുടെ കൃഷി ഒരാൾക്കുണ്ട്, കുറെ നേന്ത്രവാഴ വീട്ടിലുണ്ട്. അയാൾ അതൊരു വിൽപ്പന ചരക്കാക്കി അതിന്റെ ഒരു കച്ചവടമാക്കി മാറ്റുന്നതാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കച്ചവട ചരക്കിലേക്ക് അത് വരും. അതല്ല, ഒരാളുടെ പറമ്പിൽ ഒരുപാട് നേന്ത്രവാഴ ഉണ്ട്, ആയിരക്കണക്കിന് കിലോ ഉണ്ടാവുന്നുണ്ട്, അയാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കുന്നില്ല. അയാൾ ഉപയോഗിക്കുകയോ ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ അതല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ചും അരി, ഗോതമ്പ്, ബാർലി, ഇതൊക്കെ വരുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്, ഹുബൂബുകളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സിമാറുകളിൽപ്പെട്ടത് ചമ്ര, ഈത്തപ്പഴം, ഉണക്കമുന്തിരി, ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാമാണ് സക്കാത്തുള്ളത്. പൊതുവെ പറയുക, 3 കാര്യങ്ങൾ, 3 നിബന്ധനയുള്ള വസ്തുക്കളിൽ നിന്നാണ് സക്കാത്തുള്ളത്. ഒന്നാമതായിട്ടുള്ളത് അത് മക്കീലായിരിക്കണം, അളന്നെടുക്കാൻ പറ്റിയ വസ്തുക്കളായിരിക്കണം. അളന്നിട്ടാണ് എടുക്കുക. ഒരു നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പറ എന്നാണ് പറയുക, അളന്നിട്ടാണ് എടുക്കുക. അപ്പൊ സാ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അളവിന്റെ രീതിയാണ്. 4 മുദ്ദുകൾ ചേർന്നതാണ് സാ. ഈത്തപ്പഴൊക്കെ സാ ആണ്, അളന്നിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ അളന്നെടുക്കുന്ന വസ്തുക്കളായിരിക്കണം. രണ്ടാമത്തത് ഇദ്ദിഹാറിന് പറ്റുന്ന, സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമായിരിക്കണം. പ്രത്യേകിച്ച് ഫ്രീസറിലൊന്നും വെക്കാതെ സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, നേന്ത്രപ്പഴങ്ങളോ പഴങ്ങളോ ഒന്നും അതിൽ പെടുകയില്ല. കാരണം അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് ഫ്രീസറൊന്നും ഇല്ലെങ്കിൽ അത് ചീഞ്ഞു പോകുന്നതാണ്. അതുപോലെ മാമ്പഴം പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും സക്കാത്ത് ഇല്ലാത്തത് അതുകൊണ്ടാണ്. അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റൂല. അത് വെച്ച് കഴിഞ്ഞാൽ അത് എന്താകും, ചീഞ്ഞു പോകും. അപ്പൊ അതിനൊന്നും പെടുന്നില്ല. എന്നാൽ തമ്രും, ഗോതമ്പും, ഉണക്കമുന്തിരിയും, അതുപോലെ ബാർലിയും ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ്, അളന്നെടുക്കാൻ പറ്റുന്നതുമാണ്. അതുപോലെ തന്നെ കൂത്തായിരിക്കണം, ആളുകൾ അവരുടെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതായിരിക്കണം. അതിനാണ് സക്കാത്തുള്ളൂ. അതല്ലാതെ ആളുകൾ ഒരു ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്ന കാര്യത്തിന് അതിനൊന്നും സക്കാത്തില്ല, അപ്പൊ ഇതാണ് സക്കാത്തിന്റെ ഇനങ്ങളിൽ പെടുന്നത്. ഇനി എത്രയാണ് കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീമാ സഖത്തിസ് സമാഉ വൽ ഉയൂനു ഔ കാന അസ്രിയൻ അൽ ഉശ്റു വഫീമാ സുഖിയ ബിന്നദ്ഹി നിസ്ഫുൽ ഉശ്ർ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസാണിത്. എന്താണ് പറഞ്ഞത്? ഫീമാ സഖത്തിസ് സമാ, ആകാശം എന്ന് ഉദ്ദേശിക്കുന്നത് മഴയാണ്. അപ്പൊ മഴ കൊണ്ട്, അതുപോലെ വൽ ഉയൂൻ, അരുവികളുണ്ട്, ആ കൃഷിസ്ഥലത്തിന് ചുറ്റും അരുവികളുണ്ട്. അതുപോലെ ഔകാന അസ്രിയൻ, അതിന്റെ താഴെ ചാലുകളുണ്ട്, അണ്ടർഗ്രൗണ്ട് വാട്ടേഴ്സ്, അങ്ങനെ ചാലുകളുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത് എങ്കിൽ അത് നമുക്ക് പ്രത്യേകിച്ച് ചെലവില്ലാത്തതാണ്. കാരണം ചെലവില്ലാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരിട്ട് നൽകിയ വെള്ളങ്ങളാണ്. പ്രത്യേകിച്ച് ചെലവില്ല. മഴ പെയ്യുമ്പോൾ കൃഷി അങ്ങനെ മുളച്ചോളും. മഴ പെയ്യുമ്പോൾ അരുവികൾ ഉണ്ടാകുന്നു, അരുവിയിലൂടെ അങ്ങനെ കിട്ടും. അതുപോലെ ചില വസ്തുക്കൾക്കൊന്നും അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരികയില്ല. അപ്പൊ അങ്ങനെയുള്ള സംബന്ധിച്ചിടത്തോളം അതിന് കൊടുക്കേണ്ടത് അൽ ഉശ്ർ 1/10. 1/10 എന്ന് പറഞ്ഞാൽ എത്രയാണ് ശതമാനത്തിൽ പറയാം? എത്ര ശതമാനമാണ്? എത്രയാണ് ശതമാനം? 10%. വഫീമ സുഖിയ ബിന്നദ്ഹി, എന്ന് നമ്മൾ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് ഇറിഗേഷൻ നടത്തണം. അഥവാ അവിടെ മോട്ടോർ അടിച്ച് വെള്ളം, ഇന്ന് മോട്ടോർ അടിച്ചിട്ടാണ് നടത്തുക. പണ്ട് ഒട്ടകത്തിനെ കെട്ടിയിട്ട് വെള്ളം കൊണ്ടുവരുന്ന രീതിയൊക്കെ ഉണ്ട്. ഒട്ടകം കിണറ്റുനിന്ന് വെള്ളം വലിച്ച്, അങ്ങനെ അതിൻ്റെതായ പണികളുണ്ട്. അതിന്റെ ആളുകൾക്ക് ശമ്പളം കൊടുക്കേണ്ടതുണ്ടാവും വെള്ളം നനക്കാൻ. അങ്ങനെ പല രൂപത്തിൽ വെള്ളം നനച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ, പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ നിസ്ഫുൽ ഉശ്ർ, 1/10 പകുതി. അപ്പൊ എത്ര? 1/10 പകുതി എത്രയാണ്? 5%. 1/10 പകുതി എന്ന് പറയുമ്പോൾ 1/20, 1/20 വരും. അഥവാ 5% കൊടുത്താൽ മതി. കിട്ടുന്നതിന്റെ 5%. ഇനി കിട്ടിയ കുറച്ച് വിളക്ക് കിട്ടിയ ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ടോ? കുറച്ച് വിള കിട്ടിയ ആളുകൾക്കൊന്നും കൊടുക്കേണ്ടതില്ല. മറിച്ച് അതിനും ഒരു നിസാബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ഫീമാ ദൂന 5 ഔസുഖിൻ മിൻ തംദിൻ വലാ ഹബ്ബിൻ സദഖ. 5 വസ്കിൽ താഴെ ഉള്ളതിനൊന്നും സദഖ ഇല്ല. 5 വസ്കിന് താഴെ ഉള്ളതിനൊന്നും സദഖ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ 5 വസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? അത് ഏകദേശം 60 സാ ആണ്. 5 വസ്ക് എന്ന് പറയുന്നത് 300 സാ വരും. അത് 1 വസ്ക് എന്ന് പറയുന്നത് 60 സാ ആണ്. 1 വസ്ക് എന്ന് പറയുന്നത് 60 സാ ആണ്. 5 വസ്ക് എന്ന് പറയുന്നത് 300 സാ വരും. 300 സാഇന്റെ കണക്ക് അത് ചില പണ്ഡിതന്മാർ 2,200ഉം 2,500 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞെടുക്കുകയാണ് നല്ലതാണ്. കാരണം നമ്മൾ കൊടുക്കേണ്ടതാണ്, സൂക്ഷ്മത പാലിക്കാം. ഇപ്പൊ 2 കിലോ 40 ഗ്രാം ഒക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സാ എത്ര വരുള്ളൂ എന്ന് പറഞ്ഞു. അത്രയാണ് സാ വരിക എന്നുള്ളത്. അപ്പൊ അത് കണക്ക് കൂട്ടിയിട്ട് 612 കിലോഗ്രാം ഒരാൾക്ക് അരിയോ ഗോതമ്പൊക്കെ കിട്ടിയാൽ, കൃഷി ചെയ്ത് കിട്ടിയാൽ, അത് ഒറ്റയടിക്ക് കിട്ടണമെന്നില്ല എന്നാണ്. ഒരു വർഷത്തിൽ 1-2 വിളവെടുപ്പുള്ള വസ്തുക്കളാണ് എങ്കിൽ ആ വർഷത്തിൽ 1-2 വിളവെടുപ്പിൽ ആദ്യത്തേതിൽ 300 കിട്ടി, പിന്നെ ഒരു 200 കിട്ടി, പിന്നെ ഒരു 200 കിട്ടിയാൽ അപ്പോൾ 500ആയി, 700ആയി. അപ്പൊ ആ രൂപത്തിലൊക്കെ ആണെങ്കിൽ 612ന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ
അതിന്റെ നനച്ചുണ്ടാക്കിയതാണ് എങ്കിൽ 5%, അതല്ല ആകാശത്തു നിന്ന് കിട്ടുന്ന മഴ പെയ്തിട്ടാണ് അല്ലെങ്കിൽ അരുവികളിൽ നിന്നാണെങ്കിൽ അതിന് 10% കൊടുക്കണം. ഇതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സക്കാത്ത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അതാണ്. ഇനി അടുത്ത വിഷയം എന്ന് പറയുന്നത് സക്കാത്തു അസ്സഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും സക്കാത്ത്. നമുക്ക് കൂടുതലും ആവശ്യം വരുന്ന ഒരു കാര്യം ഇതാണ്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും സക്കാത്ത്. കാരണം ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സക്കാത്തിലാണ് എന്ത് വരുന്നത്? നമ്മുടെ കറൻസിയുടെ സക്കാത്തും വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നമ്മുടെ കറൻസിയുടെ സക്കാത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. കാരണം അന്ന് കറൻസികളില്ല. അന്നത്തെ വിനിമയം എന്ന് പറയുന്നത്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അന്നത്തത് സ്വർണവും വെള്ളിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങണമെങ്കിൽ അത് അങ്ങനെ വെള്ളിയും സ്വർണ്ണമൊക്കെ ആയിട്ടാണ് കൊടുക്കുക. അതിന്റെ ചെറിയ ചെറിയ തുട്ടുകൾ ഉണ്ടാകും, വലുതുണ്ടാകും, അങ്ങനെ സ്വർണവും വെള്ളിയുമാണ്. അപ്പൊ അതിനോട് ഖിയാസാക്കിയിട്ട് നമ്മുടെ സമ്പത്തും അതിൽ പെടും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം ഇതാണ്, സകാത്തു സഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും സകാത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان لا يأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقون في سبيل الله فبشرهم بعذاب أليم. നേരത്തെ കേട്ടിട്ടുള്ള ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മുഅ്മിനീങ്ങളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, ഒരുപാട് പുരോഹിതന്മാർ അതുപോലെ തന്നെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി അവർ ഭുജിക്കുന്നുണ്ട്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും അവർ ജനങ്ങളെ തടയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് അന്നത്തെ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളാണ്. അത് ഇന്നും ബാധകമാകുന്നില്ല എന്നല്ല, എന്ന് പറഞ്ഞത് അന്നത്തെ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾ അവർ ചെയ്തിരുന്ന കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലദീന യക്നിസൂന അസ്സഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും വലാ യുൻഫിഖൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നത്, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ ലഭിക്കാൻ കാരണമാകുമെന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. അപ്പൊ സ്വർണത്തിനും വെള്ളിക്കും അതിന് സക്കാത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനും സക്കാത്തുണ്ട്. നമ്മുടെ കറൻസി, അത് ഡോളറുകളാകട്ടെ, റുപ്പീസ് ആകട്ടെ, റിയാലുകളാകട്ടെ, എന്തുമാകട്ടെ, അതിനെല്ലാം തന്നെ സക്കാത്തുണ്ട്. അപ്പൊ അതിന് രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, അതിന് നിസാബ് എത്രയെന്ന് അറിയണം. അതുപോലെ തന്നെ അതിന്റെ ഹൗൽ എത്ര. ഹൗൽ ഒരു വർഷമാണ്. അത് എളുപ്പമാണ്. ഹൗൽ എന്ന് പറയുന്നത് ഒരു വർഷം തികയുക എന്നുള്ളതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഹൗൽ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഹിസാബുൽ ഖമരിയാണ് കൂട്ടേണ്ടത്, ചന്ദ്രവർഷമാണ് കൂട്ടേണ്ടത്. അതല്ലാതെ നമ്മളിവിടെ കാണുന്ന ഈ വർഷമല്ല. അതിൽ വ്യത്യാസമുണ്ടാവും. 10 ദിവസത്തിന്റെ ഒക്കെ വ്യത്യാസം അതിലുണ്ടാകും. അപ്പൊ ചന്ദ്രവർഷത്തിലാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. മുഹറം 1 കണക്ക് കൂട്ടിയാൽ അടുത്ത മുഹറം 1 കൊടുക്കണം. അല്ല ജനുവരി കണക്ക് കൂട്ടി അടുത്ത ജനുവരി എന്നല്ല, ഫെബ്രുവരി കണക്ക് കൂട്ടി അടുത്ത ഫെബ്രുവരിയിൽ എന്നല്ല, മറിച്ച് ചന്ദ്രവർഷത്തിലാണ് അത് കണക്കാക്കേണ്ടത്. ദീനുൽ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇദ്ദയുടെ കാലഘട്ടം, തലാഖിന്റെ കാര്യങ്ങൾ എല്ലാം അതൊക്കെ ചന്ദ്രവർഷത്തിലാണ് കണക്ക് കൂട്ടുക. അപ്പൊ അതിന് ഹൗൽ അതാണ്. നിസാബ് എത്രയാണ്? ഇതിന്റെ നിസാബിൽ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിസാബിൽ അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഇജ്മാ ഉള്ള കാര്യമാണ്. സ്വർണത്തിന്റെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മിസ്കാലാണ്. 20 മിസ്കാൽ എന്ന് പറയുന്നത് അന്നത്തെ ഒരു അളവാണ്. ഇന്നത്തെ അളവിലേക്ക് അത് മിസ്കാൽ, അതിനെ തന്നെയാണ് ദീനാർ എന്നും പറയുന്നത്. ഇപ്പൊ 20 ദീനാറാണ്. അപ്പൊ ഒരു ദീനാർ എത്രയെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കണക്കിൽ പറയുകയാണെങ്കിൽ 4.25 ഗ്രാം, അത്രയാണ് ഒരു ദീനാർ വരിക. അപ്പൊ ഒരു ദീനാർ അത്ര ഗ്രാമാണ് വരിക. അപ്പൊ 20 മിസ്കാൽ അഥവാ 20 ദീനാർ എന്ന് പറയുന്നത് ഏകദേശം കണക്ക് കൂട്ടിയാൽ കിട്ടുന്നതാണ് 85 ഗ്രാം. 85 ഗ്രാം സ്വർണം ഒരാളുടെ കൈവശമുണ്ട് എങ്കിൽ അയാളുടെ നിസാബ് എത്തിയിരിക്കുന്നു. ആ എത്തിയതിനു ശേഷം ഉടനെ കൊടുക്കണമെന്നല്ല. ഒരാൾ ഇന്ന് പോയി സ്വർണം വാങ്ങി 85 ഗ്രാം കോയിനോ മറ്റോ ഒക്കെ ആക്കി അയാൾ വാങ്ങി വെച്ചാൽ അന്ന് തന്നെ കൊടുക്കണമെന്നല്ല. ഒരു വർഷം അത് അങ്ങനെ തന്നെ നിന്നാൽ അതിൽ നിന്നും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി വെള്ളിയുടെ കണക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫിർ റിഖത്തി റുബുഉൽ ഉശ്ർ. റിഖ എന്ന് പറഞ്ഞാൽ വെള്ളിയാണ്. വെള്ളിയുടേത് കൊടുക്കേണ്ടത് റുബുഉൽ ഉശ്റാണ്. റുബുഉൽ ഉശ്ർ എന്ന് പറഞ്ഞാൽ 2.5%. 1/10ന്റെ 4/1, 2.5% കിട്ടും. ഫഇൻ ലം തകുൻ ഇല്ലാ 90 വ100 ഫലൈസ ഫിഹാ ശൈഉൻ ഇല്ലാ യശാ റബ്ബുഹാ. അഥവാ അതിന്റെ ശേഷം ഇത് പറയുന്നുണ്ട്, 200 ദിർഹം ഉണ്ടായാലാണ് ഒരാൾക്ക് കൊടുക്കേണ്ടതുള്ളൂ എന്നാണ്. അപ്പൊ 200 ഇല്ല, ഒരാൾക്ക് 190 ഉള്ളൂ എങ്കിൽ അതിന്റെ സാഹിബ് ഉദ്ദേശിക്കുന്നെങ്കിൽ, അതിന്റെ ഉടമ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഈ സ്വർണം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒരാൾക്ക് 10.5 പവനൊന്നും ഇല്ല,
85 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 10 പവന്റെ തൊട്ട് മുകളിലാണ്. അത്രയില്ല, 9 ഉള്ളൂ. വേണമെങ്കിൽ കൊടുക്കാം, അത് നിർബന്ധമല്ല, വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ വെള്ളിയുടെ കാര്യത്തിലും പറഞ്ഞതാണ് 200 ദിർഹം ഉണ്ടെങ്കിൽ ഒരാൾ കൊടുക്കൽ നിർബന്ധമാകും എന്നാണ്. ഇനി 200 ദിർഹത്തിനെ ഇന്നത്തെ കണക്കിലേക്ക് മാറ്റുന്ന സമയത്ത് അത് ഏകദേശം 595 ഗ്രാമാണ് അത് വരിക. 595 ഗ്രാമാണ് വരിക എന്ന് കാണാൻ സാധിക്കും. അത്ര ഗ്രാം 595 ഗ്രാം വെള്ളി ഒരാളുടെ കയ്യിലുണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പൊതുവെ സ്വർണവും വെള്ളിയും നമ്മൾ അങ്ങനെ നിക്ഷേപമാക്കി വെക്കുന്ന ആളുകൾ കുറവായിരിക്കും. യഥാർത്ഥത്തിൽ അതാണ് ഗുണകരമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സമ്പത്ത് കയ്യിൽ വെക്കുന്നതിനേക്കാൾ, സമ്പത്തുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. ബാങ്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഉപകാരമുണ്ടാകുക സ്വർണമോ വെള്ളിയോ വാങ്ങി വെക്കുക എന്നുള്ളതാണ്. അതിന് സാധിക്കുമെങ്കിൽ, സുരക്ഷിതമാണെങ്കിൽ അതാണ് നല്ലത്. ഇനി ഇന്ന് വെക്കുന്നത് കുറവാണ്. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതും മറ്റുമൊക്കെ സമ്പത്താണ്, കറൻസികളാണ്. അപ്പൊ ആ കറൻസികളുടെ സക്കാത്ത് എങ്ങനെ കൂട്ടണമെന്ന്, അതാണ് ഈ ഇതിന്റെ ഉള്ളിൽ തന്നെ വരുമെന്ന് പറഞ്ഞത്. സക്കാത്ത് ദഹബി വൽ ഫുദ്ദയിൽ അതും വരും. കറൻസികളുടെ സക്കാത്ത് എത്രയാണ്, എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഇതിന്, കാരണം അന്ന് സ്വർണവും വെള്ളിയുമുണ്ട്, ഇന്ന് അതിന്റെ പകരമായിട്ടാണ് കറൻസികൾ ഉള്ളത്. അപ്പൊ ഇതിന് സ്വർണത്തിന്റെ നിസാബ് എടുക്കണമോ അതല്ല വെള്ളിയുടെ നിസാബ് എടുക്കണമോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ ഒരു അഭിപ്രായ വ്യത്യാസം തന്നെ ഉണ്ട്. പല പണ്ഡിതന്മാരും പറഞ്ഞു സമ്പത്ത് അത് സ്വർണത്തിന്റെ നിസാബ് ഒരാളിൽ ഉണ്ടായാൽ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതല്ല, ഈ രണ്ടിൽ ഏതാണ് ഏറ്റവും കുറവ് നിസാബുള്ളത്, കുറവ് എമൗണ്ട് എത്തുമ്പോൾ തന്നെ നിസാബാകുന്നത് ഏതാണ്, അതെടുക്കണം എന്ന് പറഞ്ഞു. ആദ്യ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ സ്വർണവും വെള്ളിയും അതിന്റെ കണക്ക് ഏകദേശം ഒരുപോലെയാണ് ഉണ്ടായിരുന്നത് എന്നാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. 595 ഗ്രാം വെള്ളിക്ക് അതിന്റെ വില കൂട്ടി നോക്കിയാൽ അത് വളരെ കുറവാണ്. ഏകദേശം ഇന്നത്തെ ഒരു കണക്ക് വെച്ച് ഞാൻ കൂട്ടി നോക്കിയപ്പോൾ 40,000-ന്റെയും 45,000-ന്റെയും ഒക്കെ ഇടയിലുള്ള ഒരു കണക്ക് മാത്രമാണ് ഇന്നത്തെ കണക്കിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഏകദേശം അത്ര സമ്പത്ത് ഒരാളുടെ കയ്യിൽ ഉണ്ടായാൽ, അത് ഏകദേശം ഇന്ന് പറയുന്നത് 72 ഗ്രാമിന് 72 രൂപയാണ്. അത് ഓരോ സമയത്ത് മാറും. 595 ഗ്രാമിന്റെ വെള്ളിയുടെ വില എത്രയാണ് നോക്കുക. അപ്പൊ 72 രൂപയാണ് ഗ്രാമിന്റെ വെള്ളിക്കുള്ള വില. അപ്പൊ 42,840, അതാണ് ഇന്നത്തെ റേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ അത്രയും സമ്പത്ത് ഒരാളുടെ കയ്യിൽ വന്നു. 42,840 അത്രയും സമ്പത്ത് ഒരാളുടെ കയ്യിലുണ്ട്. അതൊരു വർഷം തികഞ്ഞാൽ അതിന്റെ 2.5% കൊടുക്കണമെന്നാണ്. ഇനി അതല്ല, സ്വർണത്തിന്റെ കാര്യമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് വിചാരിക്കുക. അതോ സ്വർണത്തിന് നമ്മൾ പറഞ്ഞു 85 ഗ്രാം സ്വർണം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ 85 ഗ്രാം സ്വർണം ഉണ്ടാകണമെങ്കിൽ അത് എത്ര വരും? ഒരു ഗ്രാമിന്, ഒരു പവനിന് ഏകദേശം 38 അങ്ങനെ എന്തോ റേറ്റ് ഇന്നുണ്ട്. അപ്പൊ നമ്മളത് അത്ര ഗ്രാം വെച്ച് നോക്കിയാൽ, 85 ഗ്രാമിലേക്ക് വെച്ച് നോക്കിയാൽ അത് 4 ലക്ഷത്തിന്റെ അടുത്തൊക്കെ വരും. അപ്പൊ 4 ലക്ഷം ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് അതിൽ വരിക. നമ്മുടെ കയ്യിൽ 4 ലക്ഷം, ആ പൈസ അത്രയും നമ്മുടെ കയ്യിലുണ്ട്. ഒരു വർഷമായിട്ട് 4 ലക്ഷം തന്നെ നമ്മുടെ ബാങ്കിലാകട്ടെ, നമ്മുടെ കയ്യിലാകട്ടെ, എല്ലാം കൂടി നമ്മൾ കൂട്ടേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിൽ അതിന്റെ 2.5% കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഏതിൻ്റെതാണ് എടുക്കേണ്ടത് എന്നുള്ളത് ചില ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് വെള്ളിയുടേത് എടുക്കുക. അതാണ് പാവപ്പെട്ടവർക്ക് കൂടുതൽ ഉപയോഗം, അല്ലെ? എന്താണത്? അത് നമ്മൾ വ്യത്യാസം മനസ്സിലായി. എന്താണത് വരിക? വെള്ളിയുടേത് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഗുണമെന്ന് പറഞ്ഞാൽ 50,000 മാത്രം കയ്യിൽ മിച്ചമുള്ളൊരു വ്യക്തിക്കും സക്കാത്ത് കൊടുക്കേണ്ടി വരും. വളരെ കുറച്ച് എമൗണ്ടേ വരുന്നുള്ളൂ, പക്ഷെ സക്കാത്ത് അയക്കും കൊടുക്കാം. ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചർച്ചയില്ല, എങ്ങനെയായാലും അതിന്റെ 2% കൊടുത്താൽ മതി. പക്ഷേ വെള്ളിയുടെയും സ്വർണത്തിന്റെയും ഇടയിൽ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. വെള്ളിയുടെ നിസാബിന്റെ അത്ര എത്തിയിട്ടുമുണ്ട്, എന്നാൽ സ്വർണത്തിന്റെ നിസാബിന്റെ അത്ര പൈസ അയാളുടെ കയ്യിലില്ല. 50,000 മുതൽ 1 ലക്ഷം മുതൽ 2 ലക്ഷം മുതൽ 3 ലക്ഷം ഇത്രയൊക്കെ കയ്യിലുണ്ട്. അപ്പോ സ്വർണത്തിന്റെ നിസാബ് കണക്ക് കൂട്ടുകയാണെങ്കിൽ അവരൊന്നും സക്കാത്ത് കൊടുക്കേണ്ടതില്ല, കാരണം സ്വർണത്തിന്റെ നിസാബിന്റെ അത്ര എത്തിയിട്ടില്ല. എന്നാൽ വെള്ളിയുടെ നിസാബ് കൂട്ടുകയാണെങ്കിൽ ഇവർക്കും സക്കാത്ത് കൊടുക്കാം. അപ്പൊ പാവങ്ങൾക്ക് കൂടുതൽ ഉപകാരമുണ്ടാകുക എല്ലാവരും വെള്ളിയുടെ നിസാബ് എടുത്താലാണ്. അപ്പൊ വെള്ളിയുടെ നിസാബ് ഒരാൾ കണക്കാക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം 50,000 ഉള്ള ആൾക്കും സക്കാത്ത് കൊടുക്കാം. അയാളുടെ സക്കാത്ത് 1,250 രൂപയാണ്. അതിന്റെ 2.5% എന്ന് പറയുന്നത് 1,250 രൂപയാണ്. അത് കൊടുത്താൽ മതി, അതിന്റെ അപ്പുറത്തേക്കില്ല. അതാണ് നിർബന്ധമായിട്ടുള്ളത്. ബാക്കി ആൾ സ്വതക്കയായിട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള അതിനിടയിൽപ്പെട്ട ഒരുപാട് ആളുകൾക്കും, ഒരു സാധാരണ സാലറി വാങ്ങി ജീവിക്കുന്ന വലിയ കച്ചവടമൊന്നും ചെയ്യാത്ത ആളുകൾക്കും അവരുടെ ആ ഒരു ചെറിയ നിക്ഷേപത്തിൽ നിന്ന് 2.5% കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ, ഒരു സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വെള്ളിയുടെ നിസാബ് അഥവാ 595 ഗ്രാം വെള്ളിക്ക് സമാനമായ പണം, തത്തുല്യമായ പണം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കുകയാണ് എങ്കിൽ അതാണ് കൂടുതൽ സൂക്ഷ്മതയായി മനസ്സിലാക്കുന്നത്. അതൊരു അവസാന വാക്കായി പറയുകയല്ല, സൂക്ഷ്മതയുടെ അഭിപ്രായമായി പറയുകയാണ്. വല്ലാഹു അഅലം. ആ രൂപത്തിൽ നമുക്ക് വെള്ളിയുടെ കണക്കിൽ ചെയ്യുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും നല്ലത്.
അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള. അവസാനം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിലത് പറയാം. ആളുകൾ പൊതുവെ സംശയം ചോദിക്കാറുള്ളത്. അടുത്ത സക്കാത്ത് എന്ന് പറയുന്നത് സക്കാത്തു ഉറൂദി തിജാറ. നമ്മൾ കച്ചവടത്തിന് വേണ്ടി കച്ചവട ചരക്കുകൾ, കച്ചവടത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള പ്രദർശിപ്പിച്ചിട്ടുള്ള ചരക്കുകൾ, അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതെന്ത് വസ്തുവാകാം, ഹലാലായ എന്തൊരാൾ വിറ്റാലും അത് കച്ചവട വസ്തുവിന്റെ സക്കാത്തിൽ അത് ഉൾപ്പെടും. എന്തു വസ്തുവാകട്ടെ, അത് സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ, അത് അതിലുൾപ്പെടും. അത് അതിലുൾപ്പെടുന്നതാണ്. ഇപ്പൊ ഒന്നാമതായിട്ട് നമ്മളിപ്പോ ഒരാളുടെ കയ്യിൽ ഒരുപാട് കാറുണ്ട്. ആ കാർ അയാൾ കച്ചവടത്തിനാണ് വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരാളുടെ കയ്യിൽ 2-3 കാറുകളുണ്ട്. അപ്പൊ ആ കാറുകൾ അയാൾ വീട്ടുമുറ്റത്ത് അയാൾ ഉപയോഗിക്കാനല്ല, കച്ചവടത്തിനാണ്. എങ്കിൽ അയാൾ എപ്പോഴാണോ ആ കാർ വാങ്ങിയത് അത് മുതൽ ഒരു വർഷം തികയുന്ന സമയത്ത് സക്കാത്ത് കൊടുക്കണം. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ആ കാർ അപ്പോൾ വിറ്റാൽ കിട്ടുന്ന പ്രൈസാണ് നോക്കേണ്ടത്, സെല്ലിംഗ് പ്രൈസാണ് നോക്കേണ്ടത്, വാങ്ങിയ പ്രൈസ് അല്ല. ഇപ്പൊ ഒരു 2 ലക്ഷം റുപ്യക്ക് ഒരാൾ ഒരു കാർ വാങ്ങി, വേറൊരു കാർ 1 ലക്ഷം റുപ്യക്ക് വാങ്ങി. പക്ഷെ അതൊരു വർഷം കഴിയുന്ന സമയത്ത് ഇത് വിറ്റാൽ നമുക്കൊരു മാർക്കറ്റ് വില അറിയാൻ പറ്റും. അതൊക്കെ ഏകദേശം വിലയാണ്, മാർക്കറ്റ് വില നമുക്കറിയാം. ഇതിപ്പോ കൊടുത്താൽ 2.5 ലക്ഷം കിട്ടുന്ന വണ്ടിയാണ്. മറ്റേത് 1 ലക്ഷത്തിന്റെ വാഹനം, അത് ഒരു 1.25 കിട്ടുന്ന വണ്ടിയാണ്. അപ്പൊ രണ്ടും കൂടി കൂട്ടിയാൽ എത്ര പൈസ? അത് നിസാബ് എത്തിയിട്ടുണ്ട്, അതിന്റെ 2.5% കൊടുക്കേണ്ടത്. അതാണ് ഉറൂദ് തിജാറയിൽ മൊത്തത്തിൽ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എന്താണോ, എന്ത് ചെയ്യുമാകട്ടെ, ഹിയ കുല്ലു മാ ഉഇദ്ദ ലിൽ ബൈഇ വശ്ശിറാ ബിഖസ്ദി റിബ്ഹ്, ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ വിൽപ്പന വാങ്ങിയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന അതെല്ലാം അതിൽ പെട്ടു. അത് തിന്നുന്ന വസ്തുക്കളാകട്ടെ, അത് സൂക്ഷിച്ചു വെക്കുന്ന വസ്തുക്കളാകട്ടെ, എന്തുമാകട്ടെ, എല്ലാം അതിൽ പെടുകയാണ് ഉണ്ടാകുക. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം കഴിയുമ്പോഴാണ് അത് കൊടുക്കേണ്ടത്. ഒരു വർഷം കഴിയുമ്പോഴാണ്. ഒരാൾക്ക് ഒരു കച്ചവട സ്ഥാപനമുണ്ട്, സൂപ്പർ മാർക്കറ്റാണെന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ ഒരുപാട് സാധനങ്ങൾ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അരി ഉണ്ടാകും, പഞ്ചസാര ഉണ്ടാകും, അങ്ങനെ സകല വസ്തുക്കളുമുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു വർഷം കഴിയുമ്പോൾ അവിടെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ റമദാൻ 1-നാണ് ഒരു കട തുടങ്ങിയതെന്ന് വിചാരിക്കുക. കട തുടങ്ങി, റമദാൻ 1-ന് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അടുത്ത റമദാൻ 1 സമയത്ത് അതിലെന്ത് സ്റ്റോക്ക് ഉണ്ട്, ഇതാണ് അയാൾ അറിയേണ്ടത്. ആ കടയിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത്. ആ സ്റ്റോക്കിന്റെ വില നമ്മൾ വാങ്ങിയ വില അല്ല വിൽക്കേണ്ടത്, മറിച്ച് അന്ന് അതിന് എത്ര വിലക്കാണ് നമുക്ക് വിൽക്കാൻ പറ്റുക. ചിലപ്പോൾ നമ്മൾ ഒരു വർഷം മുമ്പ് വാങ്ങിയ പല വസ്തുക്കൾക്കും ഇന്ന് വില കൂടിയിട്ടുണ്ടാകും, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും. രണ്ടായാലും വിൽക്കുന്ന ആളുകൾക്ക് ലാഭമാണ്. ചില വസ്തുക്കൾ ഇപ്പൊ ഉദാഹരണം നേരത്തെ പറഞ്ഞ കാറാണെങ്കിൽ 2 ലക്ഷത്തിന് നമ്മൾ വാങ്ങി, പെട്ടെന്ന് കാർ മാർക്കറ്റിൽ വൻ ഒരു ഇടിവുണ്ടായി. അടുത്ത വർഷം വിൽക്കാൻ നേരത്ത് അതിന് 2 ലക്ഷം ഒന്നും കിട്ടൂല, 1.5 ലക്ഷത്തിന് കൊടുക്കേണ്ട അവസ്ഥയാണ്. അന്ന് ആ 1.5 ലക്ഷത്തിന്റെ അതിന്റെ സക്കാത്തേ കൊടുക്കേണ്ടതുള്ളൂ, അതല്ലാതെ നമ്മൾ വാങ്ങിയ 2 ലക്ഷത്തിന് കൊടുക്കേണ്ടതില്ല. ഇനി അതല്ല, കാർ മാർക്കറ്റിൽ വൻ ഒരു കുതിപ്പ് വന്നു, ആ 2 ലക്ഷത്തിന് വാങ്ങിയ കാറ് ഇപ്പൊ 3 ലക്ഷത്തിന് വരെ ആൾക്കാർ എടുക്കാൻ തയ്യാറുള്ള സമയമാണ്. അപ്പൊ 3 ലക്ഷത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ തന്നെയാണ് എല്ലാ കച്ചവട വസ്തുക്കളും, നമ്മൾ വാങ്ങുമ്പോഴുള്ള വിലയല്ല. ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ആകുന്ന സമയത്ത് അതിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി ലാഭം എത്രയാണ് എടുക്കുക എന്നൊരു കണക്കുണ്ടാകും. ഒരു ആവറേജ് പ്രോഫിറ്റ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കുണ്ടാവും. സൂപ്പർ മാർക്കറ്റിലെ ഏതൊരു പ്രൊഡക്റ്റ് പോയാലും ഏകദേശം ഒരു ലാഭത്തിനാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാകുക. ഇത്ര ലാഭം നമുക്ക് വരുന്ന രൂപത്തിലാണ്. നമ്മൾ 10 റുപ്യന്റെ സാധനം വിറ്റാൽ നമുക്കൊരു 1 റുപ്യ ലാഭം കിട്ടുന്ന രൂപത്തിലായിരിക്കും, 10% ആകും. അപ്പൊ ആ രൂപത്തിൽ എങ്ങനെയെങ്കിലൊക്കെ ആയിരിക്കും അത് ഉണ്ടാകാം. ചിലപ്പോൾ ഒരു 1% ലാഭം വരെ കിട്ടുന്ന വസ്തുക്കൾ ഉണ്ടാകാം. എങ്ങനെയാണ് അവർക്ക് ആവറേജ് പ്രോഫിറ്റ് അറിയാൻ പറ്റും. അപ്പൊ അത് ആവറേജ് പ്രോഫിറ്റും കൂടി കൂട്ടിയിട്ട് എത്ര അതിന്റെ മതിപ്പുണ്ട് എന്ന് നോക്കുക. ആ വിലയാണ് സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. അതെന്ത് ഹലാലായ വസ്തുക്കൾക്കും സക്കാത്തുണ്ട്. ഒരു വർഷം തികയണം എന്നു മാത്രം. അത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. ഇതാണ് സക്കാത്തുമായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കുന്നത് സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള വിഷയമാണ്. ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചെറിയ ചോദ്യോത്തരങ്ങൾ ഇൻഷാ അല്ലാഹ് അവസാനം വായിക്കാം. അതിനു മുമ്പ് ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് എല്ലാവരും കൊടുക്കേണ്ടാത്തതുപോലെ തന്നെ എല്ലാവർക്കും സ്വീകരിക്കാനും പാടില്ല. സക്കാത്ത് ചില ആളുകൾക്ക് മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ, ചില ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ലിപ്തപ്പെടുത്തി തന്നെ പറഞ്ഞിട്ടുണ്ട് സക്കാത്ത് ആർക്ക് കൊടുക്കണം. 8 അവകാശികൾക്ക് മാത്രമാണ്, അതിന്റെ പുറത്തേക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കിയാൽ പിന്നെ ഇന്നയാൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലെ 60-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്നമസ് സദഖാതു للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم.
ഇന്നമ സദഖാത്ത്, ഇന്നമ എന്ന അറബി ഭാഷയിലെ പ്രയോഗം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. അതിന് പറയപ്പെടാറുള്ളത് അദാത്തുൽ ഹസ്ർ എന്ന മാത്രം എന്നുള്ള അർത്ഥം കിട്ടും. അപ്പൊ ഇവർക്കേ കൊടുക്കേണ്ടതുള്ളൂ. ഇന്നമ സദഖാത്തു, തീർച്ചയായും സദഖകൾ, സകാത്തുകൾ ഇവർക്ക് മാത്രമാകുന്നു. എന്നിട്ട് പറഞ്ഞു ഓരോ ആളുകളെയും പറഞ്ഞു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. ആദ്യത്തെ രണ്ടാളുകൾ അധികവും നമ്മൾ സകാത്ത് കൊടുക്കുന്ന ആളുകൾ ഇവർ തന്നെയായിരിക്കും. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻപിച്ച് പറഞ്ഞത് ലിൽ ഫുഖറാ വൽ മസാകീൻ. ഫുഖറ എന്നുള്ളതിന് ദരിദ്രർ എന്ന് നമ്മൾ മലയാള ഭാഷയിൽ പറയാറുണ്ട്. മിസ്കീൻ എന്നുള്ളതിന് അഗതികൾ എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അറബി ഭാഷയിൽ ഒരുമിച്ച് നിന്നാൽ വ്യത്യസ്ത അർത്ഥം കിട്ടുകയും വെവ്വേറെ നിന്നാൽ ഒരേ അർത്ഥം സൂചിപ്പിക്കുകയും ചെയ്യുന്ന ചില പദങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഫഖീറും മിസ്കീൻ. ഫഖീറിന്റെ ബഹുവചനമാണ് ഫുഖറ, മിസ്കീനിന്റെ ബഹുവചനമാണ് മസാകീൻ. അപ്പൊ ഫക്കീർ എന്ന് വെറുതെ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ അത് പാവപ്പെട്ടവർ എന്ന് പറയും. മിസ്കീൻ എന്ന് വെറുതെ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പാവപ്പെട്ടവർ എന്ന് പറയും. രണ്ടും ഒരേ അർത്ഥത്തെയാണ് ഉപയോഗിക്കുക. എന്നാൽ ഇവിടെ ഇതേപോലെ രണ്ടും അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിന് വ്യത്യാസമുണ്ട്. രണ്ടും അടുത്ത് കഴിഞ്ഞാൽ അതിന് വ്യത്യാസമുണ്ട്. ഫുഖറ, ഫക്കീർ എന്ന് പറഞ്ഞാൽ അവരാണ് പരമദരിദ്രൻ, തീരെയില്ല. അവരുടെ ചെലവിന്റെ ഒരു പകുതി പോലും അവന്റെ ഇല്ല. ഒരു മാസത്തിൽ ഒരാൾക്ക് ഒരു 20,000 രൂപ ചെലവുണ്ട് എന്ന് വിചാരിക്കുക, ഒരു 10,000 പോലും അവന്റെ കയ്യിൽ ഉണ്ടാകുകയില്ല. വെറും 8,000 രൂപ അവൻ ഉണ്ടാകും. അത് ദരിദ്രൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. അങ്ങനെ തോനെ കൊടുക്കേണ്ടുള്ളൂ. ചിലപ്പോൾ ജോലി തന്നെ ഉണ്ടാകും, പക്ഷെ ആ ജോലി കൊണ്ട് ഒന്നും ഒത്തില്ല. ഒരു പകുതി പോലും ചെലവിന് അവന് വകയുണ്ടാവുകയില്ല. അവൻ ദരിദ്രനാണ്. അവനാണ് ഒന്നാമത്തെ അവകാശി. രണ്ടാമതായിട്ടുള്ളത് മിസ്കീനാണ്. മിസ്കീനെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് അവൻ വലിയ നിലയിലൊക്കെ ആയിട്ട് നമുക്ക് കാണും, പക്ഷെ ചെലവിന്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് മുകളിലോ ഒക്കെ ഉണ്ടാകും. മുഴുവനായിട്ടുള്ള ചെലവിന് ഉണ്ടാവുകയില്ല. ചിലപ്പോൾ വലിയ ഓട്ടോക്കാരനൊക്കെ ആയിരിക്കും, ടാക്സിയൊക്കെ ഓടിക്കുന്നുണ്ടാകും. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത ചെലവ് കൂട്ടിമുട്ടിക്കാൻ അവന് സാധിക്കുകയില്ല. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരേ ജീവിത ചെലവായിരിക്കുകയില്ല. ചിലപ്പോൾ അവന്റെ വീട്ടിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. അപ്പൊ അവന്റെ ചെലവ് കൂടുതലാണ്. അപ്പൊ ആ ചെലവിനുള്ള പകുതിയിൽ നിന്നും അവന്റെ കയ്യിലുണ്ട്, പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല. ചിലപ്പോൾ ഒരു 3/4 ഭാഗമൊക്കെ ഉണ്ടാകും. പൂർണ്ണമായിട്ട് അവനില്ല. അവൻ അഗതികൾ എന്നാണ് പറയുന്നത്. സക്കാത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കൂട്ടരെയാണ്. കാരണം ഒന്നാമത്തെ ആളുകൾ പൊതുവെ ആളുകൾ അറിയപ്പെടും. കാരണം പാവപ്പെട്ടവർ എന്ന് പറയുന്നത്, ഒന്നിനും വകയില്ലാത്ത ദരിദ്രൻ എന്ന് പറയുന്നത് പൊതുവെ ആളുകളുടെ ഇടയിൽ അറിയപ്പെടും. എന്നാൽ ഈ മിസ്കീൻ എന്ന് പറയുന്നവൻ അവൻ പൊതുവെ അറിയപ്പെടില്ല. കാരണം അവൻ ബാഹ്യമായി കാണുമ്പോൾ അത് ചിലപ്പോൾ ചില ജോലികളൊക്കെ ഉണ്ടാവും, പക്ഷെ അവന്റെ ചെലവിനെത്തുകയില്ല. ഓരോ മാസവും ചിലപ്പോൾ കടം വാങ്ങിയായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കപ്പലുള്ള ആളുകളെ കുറിച്ചിട്ട് വരെ മിസ്കീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു ഫഅമ്മസ്സഫീന, അഥവാ ഖദിർ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും തമ്മിലുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയുന്നുണ്ട്. ഫഅമ്മസ്സഫീന ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹർ, കടലിൽ ജോലി ചെയ്യുന്ന ചില മിസ്കീന്മാരുടേതായിരുന്നു ആ കപ്പൽ എന്നാണ്. അപ്പൊ ആ കപ്പലുണ്ടാവും, വലിയ കപ്പൽ, പേരിന് കപ്പലുണ്ടാവും. പക്ഷെ ആ കപ്പൽ കൊണ്ടുപോയിട്ട് അവർക്കൊരു പൊളിഞ്ഞ കപ്പൽ എടുത്തിട്ട് അത് വിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മീൻ പിടിക്കാൻ പോയാൽ ചിലപ്പോൾ ഒന്നും കിട്ടൂല. അവരുടെ ചെലവിനുള്ള എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അതൊക്കെ മിസ്കീന്മാരാണ്. ചിലപ്പോൾ ഓട്ടോ ഓടിക്കുന്നുണ്ടാകും, ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ ബാഹ്യമായി കാണുന്നുണ്ടാകും, പക്ഷെ ചെലവിന്റെ പൂർണ്ണമായി അവന് കൂട്ടിമുട്ടിക്കാൻ സാധിക്കുകയില്ല. അവനാണ് മിസ്കീൻ എന്ന് പറയുന്നത്. ഇവരാണ് രണ്ടാമത്തെ ഈ വിഭാഗത്തിൽപ്പെടുന്നത്. മൂന്നാമതായി വരുന്നത് വൽ ആമിലീന അലൈഹ, സക്കാത്തിന് അത് വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട അതിന്റെ ആളുകളാണ്. സക്കാത്ത് അതിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഭരണാധികാരികൾ ഏൽപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും. അത് അവർക്ക് വേറെ തൊഴിലുണ്ടാവുകയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം റമളാൻ മാത്രത്തിലല്ല സക്കാത്ത്, ഓരോ വ്യക്തിയുടെയും സക്കാത്ത് വ്യത്യസ്തമാണ്. അത് പോയി കളക്ട് ചെയ്യേണ്ടി വരും, അത് കളക്ട് ചെയ്യും, അത് ആളുകളിലേക്ക് എത്തിക്കേണ്ടി വരും. ഇതൊക്കെ അവരുടെ പണിയാണ്. അതിന്റെ കണക്കുകൾ എഴുതേണ്ടി വരും. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടായേ പറ്റൂ. അത് ഈ സക്കാത്ത് തന്നെയാണ് കൊടുക്കുക. അത് കണക്കാക്കപ്പെടുന്ന ഒരു ശമ്പളം. അവർക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റുകയില്ല. പൊതുവിൽ ആ നാട്ടിൽ അങ്ങനെയുള്ള ഒരു ജോലിക്ക് എത്രയാണോ ശമ്പളം അത് ഭരണാധികാരികൾ നിശ്ചയിച്ചു കൊടുക്കും. ഇത് വ്യക്തികൾക്ക് എടുക്കാൻ പറ്റുകയില്ല. ഇപ്പൊ ഒരാൾ ഞാൻ പറയാണ്, നിങ്ങളൊരു 5 ആൾക്കാർ സക്കാത്ത് ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ കൊടുത്തോളാം, ഞാൻ അതിൽ നിന്ന് കുറച്ചെടുക്കുക, ഞാൻ സക്കാത്ത് വിതരണം, അത് പറ്റൂല. അതിന് പറ്റൂല. മറിച്ച് അതിന്റെ ജോലിക്കാരുണ്ട്, ഏൽപ്പിക്കപ്പെട്ട ജോലിക്കാരൻ. അല്ലെങ്കിൽ ഞാനൊരു 10 ധനികരുടെ, എനിക്കത് വേറെ പണിക്കൊന്നും പോകണ്ടല്ലോ, 10 ധനികരുടെ സക്കാത്ത് കൊടുക്കൽ അതാണ് എന്റെ പണി, അത് പറ്റൂല. അപ്പൊ അവരെ ഓരോരുത്തരും 1 ലക്ഷം രൂപ സക്കാത്ത് കൊടുക്കുന്ന ആളായിരിക്കും. അത് 10 ലക്ഷം എന്റെ കയ്യിലുണ്ടാവും. അപ്പൊ അത് അങ്ങനെ പൈസ എടുക്കാൻ അത് പറ്റുകയില്ല. അപ്പൊ അത് വൽ ആമിലീന അലൈഹ, അതിനുവേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ. വൽ മുഅല്ലഫതി ഖുലൂബുഹും, ദീനിലേക്ക് ഇണക്കപ്പെട്ട ആളുകളുണ്ട്, ഇസ്ലാമിലേക്ക് ഇണക്കം വരുന്ന ആളുകൾ. അത് കാഫിറുകളാണ് ഇവർ, മുസ്ലിമീങ്ങളല്ല. അപ്പം കാഫിറുകൾക്കും സക്കാത്തിന്റെ ഒരു ഓഹരിയുണ്ട്. അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല,
പക്ഷെ ഇസ്ലാമിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. ഇസ്ലാമിന്റെ പല ബാഹ്യമായ കാര്യങ്ങളും മറ്റുമൊക്കെ കണ്ടിട്ട് ഇസ്ലാമിനോട് നല്ല ഹുബ്ബുണ്ട്, അവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഈ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സക്കാത്ത് കൊടുക്കാമെന്നാണ്. ആ കൊടുക്കുക വഴി നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് അവരുടെ ഇസ്ലാമിലേക്ക് വരാനൊരു എളുപ്പമാകണം. ആ എളുപ്പമാകണം എന്ന് പറഞ്ഞാൽ നമുക്ക് ദീനുൽ ഇസ്ലാമിന് ആളെ കൂട്ടാൻ വലിയ കാര്യം ഉണ്ടായിട്ടൊന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇങ്ങനെ എല്ലാവരും കൂടി മുസ്ലിമായിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. അവന് ഗുണം, ഈ വരുന്നവന് ഗുണം അല്ല. അങ്ങനെ ആൾക്കാർ പറയാണ് പൈസ കൊടുത്തിട്ട് മതം മാറ്റും, പൈസ കൊടുത്ത് മതം മാറ്റി നമുക്കിവിടെ ആൾക്കാരെ കുറവുണ്ടായിട്ടല്ലല്ലോ, മറിച്ച് ഈ വ്യക്തിക്കാണ് ഗുണം. അവൻ നരകത്തിലേക്ക് പോകുന്നതിൽ നിന്നും ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി. കാരണം സമ്പത്ത് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായും ഇതിനോടുള്ള നേരത്തെ ഉള്ള ഹുബ്ബ് കാരണം ഈ സമ്പത്തും കൂടി കിട്ടുന്ന കാരണം അങ്ങനെ എത്രയോ ഗോത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കൂട്ടത്തോടെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പർവ്വതങ്ങൾക്കിടയിൽ അത്രയുമുള്ള ആടുമാടൊട്ടങ്ങളെ ഇവർക്ക് ഒരു ഗോത്രത്തിന് കൊടുക്കുകയും അങ്ങനെ ആ ഗോത്രത്തിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സക്കാത്തിന്റെ സമ്പത്ത് ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്, ചില കാഫറുകൾ അവരുടെ ഷർറ് കാരണം അവർക്ക് കൊടുക്കാം. അത് ഇസ്ലാമിലേക്ക് വരുമെന്നില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ നാട്ടിൽ അവരുണ്ടാക്കുന്ന ഷർറ് കുറയും, അവർക്കും കൊടുക്കാമെന്നാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഇവർ നമ്മുടെ കയ്യിൽ സക്കാത്തിന്റെ സമ്പത്തുണ്ട്, തൊട്ടു ചുറ്റുമൊക്കെ ഷർറുണ്ടാക്കുന്ന ചില ആളുകളുണ്ടാകും. അവർക്ക് ഈ സക്കാത്തിൽ നിന്നുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഷർറ് അതിൽ നിന്നും അതിലൊരു തഖ്ഫീഫ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും സക്കാത്തിൽ നിന്നും കൊടുക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ അത് അതിൽപ്പെട്ട ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. ഇനി അടുത്ത എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? വഫിർ റിഖാബ്, അടിമകളെ മോചിപ്പിക്കുന്നതിന്. പൊതുവെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാടുകളിൽ അടിമകളില്ല. അടിമകളുള്ള സമയത്ത് ആ അടിമകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി സക്കാത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് പറഞ്ഞു വൽ ഗാരിമീൻ. ഗാരിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിൽ, ഗരിമ എന്ന് പറഞ്ഞാൽ മുങ്ങുകയാണ്. അപ്പൊ കടത്തിൽ മുങ്ങിയ ആളുകളുണ്ടാവും, കടം കൊണ്ട് വലയുന്നവർ എന്ന് നമ്മൾ പറയും. കടം കൊണ്ട് വലയുന്നത് 2 രൂപത്തിലാകാമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, അവൻ പൊതുവെ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ജീവിത ചെലവുകൾക്ക് വേണ്ടി കടം വാങ്ങി ഓരോ മാസത്തിൽ ചിലവ് മിസ്കീനായിരിക്കും. അപ്പോൾ ഓരോ മാസത്തിലും അവന്റെ ബാക്കി പൈസ ചെലവാക്കാൻ വേണ്ടി അവൻ കടം വാങ്ങിയിട്ടുണ്ടാവും. അവസാനം വലിയൊരു കടത്തിലെത്തും. അവന്റെ ജോലി കൊണ്ടോ അവന്റെ എന്ത് കാര്യം കൊണ്ടോ അവൻ ആ കടം വീട്ടാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ കടക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സക്കാത്ത് കൊടുക്കാം. ഇനി വേറെ ചില ആളുകൾ അവർ 2 വിഭാഗത്തിനും ഇടയിൽ എന്തെങ്കിലുമൊക്കെ സുൽഹ ഉണ്ടാക്കാൻ, അവർ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഏറ്റെടുത്തിട്ട് കടബാധ്യതനായ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിന്റെ പൈസയിൽ നിന്നും അവർക്ക് കൊടുക്കാമെന്നാണ്. അതാണ് ഗാരിമീൻ എന്ന് പറയുന്നതിൽ പെടുന്നത്, കടം കൊണ്ട് വലയുന്ന ആളുകൾ. വഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഖാസായ അർത്ഥമാണ് വരുന്നത്, പ്രത്യേകമായ അർത്ഥമാണ്. അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരം, യുദ്ധം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാത്തിനെയും ഉൾപ്പെടുത്താൻ പറ്റുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെല്ലാം കാര്യമുണ്ട്? മസ്ജിദ് ഉണ്ടാക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, പക്ഷെ സക്കാത്തിന്റെ പൈസ കൊണ്ട് പറ്റൂല. അതുപോലെ മദ്രസകൾ ഉണ്ടാക്കുന്നത്, മർക്കസുകൾ ഉണ്ടാക്കുന്നത്, അതുപോലെ പൊതു കിണറുകൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ എല്ലാം ഫീ സബീലില്ലാഹ്. നമ്മൾ ആളുകൾക്ക് ചെയ്യുന്ന, നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കാര്യം നമ്മൾ കൊണ്ടുവെക്കുന്നത് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിനോട് കൂലി കിട്ടും. പക്ഷെ നമ്മൾ സക്കാത്തിന്റെ പൈസയിൽ നിന്നാകാൻ പാടില്ല എന്നാണ്. ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ അവിടെ ഉണ്ടാകുന്ന സൈന്യത്തിനു വേണ്ടി, അവർക്ക് ആയുധങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി, അതിനുവേണ്ടി സജ്ജീകരിക്കുന്നതിനു വേണ്ടി, അവർക്ക് എന്തെങ്കിലും പരിക്കുകൾ പറ്റിയാൽ അവർക്ക് അതിനെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടിയൊക്കെ ആയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യം ഫീ സബീലില്ലാഹ്, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ചില ആളുകൾ അത് ദഅവത്തിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. പക്ഷെ അത് ശരിയായ അഭിപ്രായ പ്രകാരം അല്ലാഹു ആലം പല പണ്ഡിതന്മാരും പറഞ്ഞത് ജിഹാദ് മാത്രമേ പെടുകയുള്ളൂ, അതല്ലാതെ മറ്റ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കാര്യങ്ങൾക്ക് അത് പെടുകയില്ല എന്നാണ്. അത് നമ്മൾ വേറെ സദക്കയിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കണം. അതുപോലെ തന്നെ വബിനി സബീൽ. വബിനി സബീൽ എന്ന് പറഞ്ഞാൽ ഒരു യാത്ര, ഹലാലായ ഒരു യാത്ര തുടങ്ങിയിട്ട് സമ്പത്ത് മുട്ടിപ്പോയിട്ട് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? യാത്ര നിന്നുപോയിട്ടുണ്ട്. അവനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വബിനി സബീൽ എന്ന് പറഞ്ഞാൽ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരാള് ഒരു നാട്ടിലേക്ക് പോയി, ആ പോയ സമയത്ത് അയാൾക്കൊരു പൈസ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് അവിടെ അധികം നിൽക്കേണ്ടി വന്നു. 2-3 ദിവസം അധികം നിൽക്കേണ്ടി വന്നപ്പോൾ തിരിച്ചു പോരാനുള്ള പൈസ ഇല്ല, ഒന്നുകിൽ പൂർണ്ണമായിട്ടില്ല അല്ലെങ്കിൽ തീരെ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് അവിടെയുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സക്കാത്തിൽ നിന്നും ഇയാൾക്ക് കൊടുക്കാം. ഇയാൾ നാട്ടിൽ വലിയ ധനികനാണെങ്കിൽ കൂടി, നാട്ടിൽ ഇയാൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വലിയ ധനമുണ്ടാകും, എങ്കിൽ കൂടി ഇയാൾക്ക് സക്കാത്ത് കൊടുക്കാമെന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞു, ഇന്ന് ATM-കളും അതുപോലെ മറ്റ് ഓൺലൈൻ ട്രാൻസാക്ഷനുകളുമുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ധനികന് ഇപ്പോൾ ഒരു നാട്ടിൽ പോയി കുടുങ്ങിയാലും അയാൾക്ക് കാർഡ് കൊണ്ട് വലിച്ചാൽ പൈസ കിട്ടും. ഏത് നാട്ടിൽ പോയാലും കിട്ടുന്ന ഇന്റർനാഷണൽ കാർഡുകൾ ഉണ്ടാകും. അതല്ലെങ്കിൽ അതുപോലെ ഓൺലൈനായിട്ട് അയാൾക്ക് ചിലപ്പോൾ ചെയ്തു തരാൻ പറ്റുന്ന മാർഗങ്ങളുണ്ട്.
ചിലപ്പോൾ അതില്ലാത്ത കാര്യങ്ങൾ എത്രയോ ഉണ്ടാവും. നമ്മൾ അങ്ങനെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ടതില്ല. എല്ലാ നാടുകളിലും ഇതൊന്നുമില്ല. ഇങ്ങനെയില്ല. ഒരാൾ നാട്ടിൽ വന്ന് കുടുങ്ങി, അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, നാട്ടിലുമില്ല, എവിടെയില്ല. അയാൾ പൈസ തീർന്നു പോയാൽ അയാൾക്ക് എന്ത് ചെയ്യാം? സക്കാത്തിൽ നിന്ന് കൊടുക്കാം. പൊതുവെ ഒരു ഈ കാലഘട്ടത്തിലൊക്കെ പറയപ്പെടുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഗൾഫിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലൊക്കെ ജോലിയൊക്കെ അന്വേഷിച്ചു പോയി, പിന്നീട് അവിടെ തിരിച്ച് പെട്ടെന്ന് ഒരുപാട് കാലം ജോലിയൊക്കെ അന്വേഷിച്ച് നടന്നു, ഒരു രക്ഷയില്ല, കുറെ പൈസ പല കാര്യത്തിനും കൊണ്ടുപോയി നോക്കി, അവസാനം തിരിച്ച് നാട്ടിൽ കൂടി വരാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്. അത് പ്രവാസികളോടൊക്കെ ചോദിച്ചാൽ അറിയാം. അവർ നാട്ടിൽ വരാത്തതിന്റെ കാരണം ടിക്കറ്റ് എടുക്കാൻ പോലുള്ള പൈസ ഇല്ല. കാരണം ടിക്കറ്റിന് അത്രയും വില ഉണ്ട്. അങ്ങനെയുള്ള സമയത്തിലായിരിക്കും അവർ വീണ്ടും അവിടെ നിൽക്കേണ്ടി വരും. അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ റൂമിന് വില കൊടുക്കണം, അതിന്റെ റെന്റ് കൊടുക്കണം. അവരാകെ വലയുന്ന സമയത്താണ്. അപ്പൊ ഈ സമയത്ത് ഒരാൾക്ക് വേണമെങ്കിൽ സദക്കയായിട്ട് കൊടുക്കാം, ജക്കാത്ത് അല്ലാതെ കൊടുക്കാം. പക്ഷെ അവർ ജക്കാത്തിന് അർഹരാണ്. അവർ ചിലപ്പോൾ നാട്ടിൽ ഭൂമി ഉണ്ടാവും. അപ്പൊ ഒറ്റയടിക്ക് ഇപ്പൊ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇപ്പൊ ഭൂമി വിൽക്കാൻ അവർക്ക് നടക്കൂല. അല്ല നാട്ടിൽ വേറെ വാഹനം ഉണ്ടാവും, അത് വിറ്റോളന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സക്കാത്തിന് അർഹരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് 8 അവകാശികൾ. ഫരീളത്തും മിനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയിട്ടുള്ള, നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണിത്. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അല്ലാഹു അങ്ങേയറ്റം ഹിക്മത്തുള്ള ആളുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഇതാണ് സക്കാത്തിന്റെ അവകാശികൾ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇനി സക്കാത്തിൽ പൊതുവെ ഉൾപ്പെടാറുള്ള കാര്യത്തിൽപ്പെട്ടതാണ് സക്കാത്തുൽ ഫിത്ർ. അത് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അവസാനത്തെ 10 മറ്റോ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കേൾക്കും പൊതുവെ. അപ്പൊ അത് മനസ്സിലാക്കുക. സക്കാത്തുൽ ഫിത്ർ, അതിന്റെ കണക്കെന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട പൊതുവെ ആളുകൾ സംശയമുണ്ടാകുന്ന ചില ചോദ്യങ്ങൾ എഴുതി വെച്ചത് പറയുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നിങ്ങളത് മനസ്സിലാക്കുക. ഇതുമായി ഇപ്പോൾ പറഞ്ഞ വിശദീകരണത്തിൽ നിങ്ങൾക്ക് വ്യക്തമാണ് എങ്കിൽ അത് അൽഹംദുലില്ലാ. അതല്ല എങ്കിൽ ചോദ്യങ്ങൾ നമുക്ക് പണ്ഡിതന്മാരോട് ചോദിക്കാൻ അവസരമുണ്ട്, നമുക്ക് ചോദിക്കാം. പല പണ്ഡിതന്മാരുടെ ഫത്വകളും നിലവിൽ തന്നെ ഉണ്ട്. നമ്മൾ തേടുന്ന പല ചോദ്യങ്ങളും നിലവിൽ പല ആളുകളും ചോദിച്ചതായി നമുക്ക് കാണുന്ന ഫത്വകൾ നമുക്കുണ്ട്. പുതുതായി വേണമെങ്കിൽ നമുക്ക് ഉലമാക്കളോട് ചോദിക്കാനും പറ്റുന്ന കാര്യമാണ്. അതിലൊന്നാമത്തത് സ്വർണവും വെള്ളിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സ്വർണവും വെള്ളിയും അത് നമ്മൾ ആഭരണമായി ഉപയോഗിക്കുന്ന സമയത്ത് അതിന് സക്കാത്ത് ഉണ്ടോ എന്നാണ്. ഇപ്പൊ സ്വർണവും വെള്ളിയും നമ്മൾ നിക്ഷേപമായി വെക്കുന്ന സമയത്ത് അതിന് സക്കാത്ത് എന്തായാലും ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി അതല്ല, ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് ഉണ്ടോ എന്നാണ്. പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. 2 കൂട്ടർക്കും ശക്തമായ തെളിവുകളുണ്ട്. ഉപയോഗിക്കുന്നതിന് സക്കാത്ത് ഇല്ല എന്ന് പറയുന്നത് ചില ആളുകൾ ധരിച്ചതുപോലെ ഒരു ഖുറാഫത്തൊന്നല്ല. നമ്മുടെ നാട്ടിലുള്ള കുബൂരികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ ഉണ്ടാക്കിയ എന്തോ നിയമമാണെന്ന് വിചാരിക്കേണ്ടതില്ല. മദ്ഹബുകളിലൊക്കെ ഉള്ള ഒരു പ്രബലമായ ഒരു അഭിപ്രായം തന്നെയാണ് ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് ഇല്ല എന്നുള്ളത്. എന്നാൽ ഒരുപാട് തെളിവുകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്, ഇതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്, ഉപയോഗിക്കുന്ന സ്വർണത്തിനും സക്കാത്ത് കൊടുക്കലാണ് ഏറ്റവും സൂക്ഷ്മത എന്നാണ്. കാരണം സക്കാത്ത് കൊടുക്കാത്തതിന്റെ ശിക്ഷ അത് വളരെ കടുത്തതാണ്. സക്കാത്ത് കൊടുക്കാത്തതിന് ശിക്ഷ വളരെ കടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന സ്വർണത്തിനും സക്കാത്ത് കൊടുക്കുക എന്നുള്ള അഭിപ്രായമാണ് ഏറ്റവും നമുക്ക് സുരക്ഷിതമായിട്ടുള്ളത്. അതുകൊണ്ട് ഉപയോഗിക്കുന്ന സ്വർണത്തിനും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കണം. അപ്പൊ ആരാണ് സ്ത്രീകളുടെ സക്കാത്ത് കൊടുക്കേണ്ടത്? അവരാണ് നിർബന്ധ ബാധ്യത അവർക്ക് തന്നെയാണ്, സ്ത്രീകൾക്ക് തന്നെയാണ്, ഭർത്താവിനല്ല. അവൾ തന്നെയാണ് ബാധ്യതയുള്ളത്. ഇപ്പൊ ഒരു 15 പവൻ സ്വർണമുള്ള ഒരു ഭാര്യ, ഒരു പെണ്ണ്, അവളുടെ ഭർത്താവിനല്ല നിർബന്ധ ബാധ്യത, അവൾക്ക് തന്നെയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുക അവളാണ്, ഭർത്താവല്ല. എന്നാൽ ഒരു ഭർത്താവിന് വേണമെങ്കിൽ അവളുടെ സക്കാത്ത് പൈസയുള്ള ഭർത്താവാണെങ്കിൽ ഭർത്താവിന് കൊടുക്കാം, അല്ലെങ്കിൽ മകളുടേത് ഉപ്പക്ക് കൊടുക്കാം. പക്ഷെ ബാധ്യത ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഉടമപ്പെടുത്തുന്ന സ്ത്രീക്ക് തന്നെയാണ്, അതല്ലാതെ പുരുഷനല്ല. കാരണം അവളാണ് ആ സമ്പത്തിന്റെ ഉടമസ്ഥയിലുള്ളത്. അതുകൊണ്ട് അവളാണ് അത് കൊടുക്കേണ്ടത്. ഇനി പൊതുവെ ആളുകൾ ചോദിക്കാറുള്ള ചോദ്യമാണ്, വീട്ടിൽ മക്കൾ ഉണ്ടാകും. ഇപ്പൊ മക്കൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് 2 3 ഒക്കെ പെൺമക്കൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർക്കും സ്വർണം കൊടുത്തിട്ടുണ്ടാകും. ഉമ്മന്റെ കയ്യിലും സ്വർണം ഉണ്ടാകും. അപ്പൊ എല്ലാം കൂടി കൂട്ടിയിട്ടാണോ സക്കാത്ത് കൊടുക്കേണ്ടത്? എങ്ങനെയാണെന്നാണ്. ഉമ്മാന്റെ കയ്യിൽ ചിലപ്പോൾ 5 പവൻ ഉണ്ടാകും, ചെറിയ മക്കൾക്ക് ചിലപ്പോൾ 2 പവൻ, വേറൊരാൾക്ക് 2 പവൻ, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം, അതാണ് നീതി. അത് വേറൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ എല്ലാം കൂടി കൂട്ടേണ്ടതുണ്ടോ എന്നാണ്. നമ്മൾ മക്കൾക്ക് കൊടുത്തത് ആ ജീവിതകാലം അവർക്ക് തന്നെ ഉപകരിക്കട്ടെ എന്ന നിലക്ക് അവർക്ക് പൂർണ്ണമായി കൊടുത്തതാണ് എങ്കിൽ, അത് ചെറിയ കുട്ടികളാണ് എങ്കിലും അവർ തന്നെയാണ് അതിന്റെ അവകാശി. അത് ഉമ്മയുടെ സ്വർണത്തിനോടൊപ്പം ചേർക്കേണ്ടതില്ല. ഉമ്മ 5 പവൻ സ്വർണം ഉള്ളതിനാൽ അവർ നിസാബിന്റെ താഴെയാണ്, അവർ കൊടുക്കേണ്ടതില്ല. ബാക്കിയുള്ള 3 മക്കൾ 2 വെച്ചാൽ 6 വരും, 11 പവൻ വരും. തീർച്ചയായും നിസാബിന്റെ മുകളിലാണ്, എല്ലാം കൂടി കൊടുക്കേണ്ടതില്ല.
എന്നാൽ അതല്ല, ഉമ്മയുടെ തന്നെയാണ് സ്വർണം, ഇവരെപ്പോ ഉദ്ദേശിച്ചാലും അത് എടുത്ത് വിൽക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇത് മക്കൾക്ക് വെറുതെ ഇടാൻ കൊടുക്കുന്നതാണ്, നമ്മൾ തിരിച്ചെടുക്കും. അത് ഉടമസ്ഥത ഇയാൾക്ക് തന്നെ, ഉമ്മയുടെ തന്നെയാണ്. അപ്പൊ അതെന്താണോ നമ്മൾ അത് ചെയ്തത്, എന്താണോ അത് നിയ്യത്താക്കിയത്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സക്കാത്ത് ഉണ്ടാക്കുക. ഇനി അതുപോലെ ആളുകൾ ഉപയോഗിക്കാറുള്ളതാണ് സ്വർണത്തിന് പുറമെ, സ്വർണവും വെള്ളിക്ക് പുറമെ പ്ലാറ്റിനം പോലെയുള്ള, ഡയമണ്ട് പോലെയുള്ള വസ്തുക്കൾ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിനും സക്കാത്തുണ്ടോ എന്നാണ്. അത് വളരെ വില കൂടിയ വസ്തുക്കൾ തന്നെയാണ്. അത് കച്ചവടത്തിന് വേണ്ടി നമ്മൾ ഒരു നിക്ഷേപമായി വാങ്ങി വെച്ചതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിൽക്കാനൊക്കെ ഉപയോഗിച്ചതോ ആണെങ്കിൽ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഇപ്പൊ ഒരാൾ വലിയൊരു പ്ലാറ്റിനം വാങ്ങി വെക്കുന്നത് അത് പിന്നെ വിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, എങ്കിൽ അതിന് സക്കാത്തുണ്ട്. കാരണം വിൽക്കുന്ന വസ്തു നേരത്തെ തിജാറയിൽ പെട്ടു, കച്ചവട ചരക്കിൽ പെട്ടു. ഇനി അതല്ല, ആ പ്ലാറ്റിനത്തിന്റെ ഒരു വളയാണ്, പ്ലാറ്റിനത്തിന്റെ മോതിരമാണ്, സംബന്ധിച്ചിടത്തോളം അത് സ്വർണ്ണമല്ല, അത് സ്വർണ്ണമല്ലാത്തത് അത് അവർക്ക് സക്കാത്തുമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി വേറൊരു സംശയം എന്ന് പറയുന്നത്, ഒരാൾക്ക് സ്വർണവും ഉണ്ട് അതുപോലെ തന്നെ സമ്പത്തുമുണ്ട്. ഇത് രണ്ടും വേറെ വേറെ നിർത്തുകയാണ് എങ്കിൽ അത് നിസാബിൽ പെടുകയില്ല. ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ നിസാബാണ് നമ്മൾ പൈസ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഒരാളുടെ കയ്യിൽ 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. അപ്പൊ നമ്മൾ സ്വർണത്തിന്റെ നിസാബ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 4 ലക്ഷം ഉറുപ്പ്യോളം വരണം. എന്നാൽ അയാളുടെ കയ്യിൽ 10.5 പവൻ സ്വർണവുമില്ല, 8 or 9 ഒക്കെ പവനാണുള്ളത്. എന്നാൽ ഈ 9 പവനും ബാക്കിയുള്ള പൈസയും കൂടി കൂട്ടിയാൽ അയാൾക്ക് 10.5 പവന്റെ പൈസ അയാളുടെ കയ്യിൽ വരും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്. ഇതിനും പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കൂട്ടേണ്ടതില്ല, രണ്ടും വേറെ വേറെ എന്നാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹി പോലെയുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞത് ഇത് രണ്ടും കൂടി കൂട്ടേണ്ടതുണ്ട് എന്നാണ്. കാരണം രണ്ടും ഇയാളുടെ സമ്പത്ത് തന്നെയാണ്, രണ്ടും കൂടി കൂട്ടേണ്ടത്. നമ്മൾ പറഞ്ഞതുപോലെ രണ്ടും ഒരേ ആളായിരിക്കണം. ഭാര്യയുടെ അടുക്കൽ 8 പവൻ സ്വർണ്ണമുണ്ട്, ഭർത്താവിന്റെ അടുക്കൽ ബാക്കിക്കുള്ള പൈസ ഉണ്ടായാൽ പോരാ. ഭർത്താവിന്റെ അടുക്കൽ 2 ലക്ഷം ഉറുപ്പ്യുണ്ട്, ഭാര്യയുടെ അടുക്കൽ 8 പവൻ സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് കൂട്ടേണ്ടതില്ല. കാരണം ഭാര്യയുടെ സമ്പത്ത് ഭാര്യക്കാണ്, ഭർത്താവിന്റെ അടുക്കൽ ഭർത്താവിന്റേതാണ്. എന്നാൽ ഭർത്താവിന്റെ അധീനതയിൽ തന്നെ 8 പവൻ സ്വർണവുമുണ്ട്, ബാക്കിക്ക് പൈസയും ഉണ്ട് എങ്കിൽ രണ്ടും കൂടി കൂട്ടിയിട്ട് 10.5 പവന്റെ മുകളിലേക്ക് എത്തുകയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 2.5% കൊടുക്കുക എന്നതാണ് ഏറ്റവും നല്ലതായി പറയുന്നത്. പിന്നീട് പൊതുവെ ചോദിക്കാറുള്ളത് സ്ഥലവുമായി ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ ഒക്കെ സക്കാത്ത് ഉണ്ടാവും. ആളുകൾ സ്ഥലം വാങ്ങിയിടാറുണ്ട്. അപ്പൊ സ്ഥലം വാങ്ങിയിടുന്നത് 2 രൂപത്തിലാണ്. ഒന്നുകിൽ നമുക്ക് ഭാവിയിൽ വീടെടുക്കാമെന്നൊക്കെ ഉദ്ദേശിച്ച ചില ആളുകൾ സ്ഥലം വാങ്ങിയിടും. കാരണം സ്ഥലം പെട്ടെന്ന് വാങ്ങാൻ പറ്റും, വീട് ചിലപ്പോൾ പെട്ടെന്ന് തുടങ്ങിക്കൊള്ളുന്നില്ല. അങ്ങനെ നമ്മൾ വീടെടുക്കാൻ വേണ്ടി നമ്മൾ എത്ര സെന്റ് ആകട്ടെ, 10 or 20 സെന്റ് നമ്മൾ വാങ്ങി വെച്ചാൽ അതിന് സക്കാത്തില്ല. കാരണം നമുക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ടാണ് സക്കാത്ത്, അത് വിൽക്കാനല്ല. എന്നാൽ അതല്ല, ഒരാള് അത് വിൽപ്പനക്കാണ്, അയാളുടെ ജോലി അതാണ്, സ്ഥലം വാങ്ങുക, അത് വിൽക്കുക, ഇതാണ് അയാളുടെ ജോലിയെങ്കിൽ അയാൾ ആ സ്ഥലത്തിനുള്ള സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ എത്രയാണ് കൊടുക്കേണ്ടത്? കിട്ടിയ വിലക്കല്ല കൊടുക്കേണ്ടത്, മാർക്കറ്റ് വിലക്കാണ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ വലിയൊരു കുന്നൊക്കെ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ സെന്റിന് 1 ലക്ഷത്തിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഉള്ളോട്ടുള്ള സ്ഥലം നമ്മളൊരു 5 വർഷം കഴിഞ്ഞിട്ടാണ് അത് വിൽപ്പന നടക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഓരോ ഘട്ടത്തിലും അതിന്റെ വില ഇങ്ങനെ മാറുന്നുണ്ടാവും. സ്ഥലത്തിന്റെ വില നമുക്കറിയാം, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആദ്യത്തെ വർഷം നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അന്നത്തെ മാർക്കറ്റ് വിലക്കാണ്, രണ്ടാമത്തെ വർഷം നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അന്നത്തെ മാർക്കറ്റ് വിലക്കാണ്, മൂന്നാമത്തെ വർഷം സക്കാത്ത് കൊടുക്കുമ്പോൾ അന്നത്തെ മാർക്കറ്റ് വിലക്കാണ്. 5 വർഷം ഇപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് 1 ലക്ഷത്തിന്റെ സ്ഥലത്തിന് ചിലപ്പോൾ 2.5 ലക്ഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അയാൾക്ക് എത്രയാണോ സെന്റ് അയാളുടെ കയ്യിലുള്ളത്, ഏക്കർ അയാളുടെ കയ്യിലുള്ളത്, അതിന് കണക്കായിട്ടുള്ള സക്കാത്താണ്, അതാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ പണ്ട് വാങ്ങിയ പൈസ തന്നെ എല്ലാ വർഷവും കൊടുക്കുക എന്നുള്ളതല്ല. അത് വിൽപ്പന ചരക്കാകുന്ന സമയത്ത് അതിന്റെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എത്രക്കാണ് അത് വിൽക്കാൻ പറ്റുക, ഏകദേശ കണക്കുണ്ടാവും. അതാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ചില ആളുകൾക്ക് വാടക കെട്ടിടങ്ങൾ ഉണ്ടാവും, വാടക കെട്ടിടങ്ങൾ വാങ്ങിയിട്ട് അത് വാടക കൊടുക്കുന്നുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട നമ്മൾ വിശദമായി പഠിക്കേണ്ട കാര്യമാണ്. വാടക കെട്ടിടങ്ങൾ എന്തിനു കൊടുക്കാൻ പറ്റും എന്നുള്ളത് അത് നമ്മൾ വേറെ പഠിക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ ഇങ്ങോട്ട് സമ്പാദിക്കുമ്പോൾ എങ്ങനെ ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കണം എന്നുള്ള പഠനമുണ്ട്. സക്കാത്ത് എന്ന് പറയുന്നത് കൊടുക്കുന്ന കാര്യമാണ്, സമ്പാദിക്കുന്ന കാര്യമുണ്ട്. വാടക കെട്ടിടമാണ് എല്ലാത്തിനും കൊടുക്കാൻ പറ്റൂല. പല ആളുകളും മുസ്ലിമീങ്ങളും വീഴ്ച വരുത്തുന്ന കാര്യങ്ങളാണ്. അവർക്ക് വലിയൊരു കെട്ടിടം ഉണ്ടാവും, ബാങ്കിന് കൊടുത്തിട്ടുണ്ടാവും, വലിയ കെട്ടിടം അവരുടേതായിരിക്കും. മുസ്ലിം പേരൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇന്ന് ആർക്കേഡാണ് എന്നതായിരിക്കും. താഴെ 1ാമത്തെ നിലയിൽ SBI ബാങ്ക്, 2ാമത്തെ നിലയിൽ ചിലപ്പോൾ ഫെഡറൽ ബാങ്ക്. ഹറാമാണ്. കാരണം ബാങ്ക് എന്ന് പറയുന്നത് പലിശ സംവിധാനമാണ്. അത് നമുക്ക് നിർബന്ധ സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാമെന്നല്ലാതെ അത് അനുവദനീയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണ് അവരുടെ സംവിധാനങ്ങൾ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഹറാമായ കച്ചവടങ്ങൾക്ക്
നമുക്ക് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. എന്തു ഹറാമാകട്ടെ, എന്താണോ അവിടെ ഹറാമായി നടക്കുന്നത് അതാകട്ടെ. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അത് ATM ആയാലും അത് ഹറാമ് തന്നെയാണ്. കാരണം പലിശയാണ് അതിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ, പലിശക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളാണ് അതിലൊക്കെ നടക്കുന്നത്. അതൊരു മുസ്ലിമിന് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഹറാമ. ഇപ്പൊ ലോട്ടറി കച്ചവടക്കാരനുണ്ടാകും ചില ആളുകളുടെ ഏറ്റവും അറ്റത്തെ കൗണ്ടറിൽ ലോട്ടറി. കാരണം ഓനൊരു അറ്റത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓന്റെ ചെറിയൊരു വാടക കിട്ടും. ബാക്കിയൊക്കെ ഇപ്പോൾ വേറെ കടയുണ്ട്. അറ്റത്തുള്ള ഒരു ചെറിയ കൗണ്ടർ ഏണിന്റെ താഴെയൊക്കെ പിന്നെ ഒരു ലോട്ടറിക്കാരന് ഇപ്പൊ കൊടുക്കാൻ നിർവാഹം ഉണ്ടാവുള്ളൂ. ചില ആളുകൾ ലോട്ടറിക്കാരന് കൊടുക്കും. പാടില്ല, ഹറാമാണ്. അപ്പൊ ഹറാമായ ഒന്നിനും തന്നെ വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളത് പാടില്ല. അവന്റെ സമ്പാദ്യത്തിൽ ഹറാം കലരും. അവന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ വരും. അത് ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടുന്ന പരീക്ഷണമാണ്. നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഓരോന്നിനുള്ള ചോദ്യം അവൻ നേരിടേണ്ടിയും വരും. അപ്പോൾ നമ്മുടെ കെട്ടിടങ്ങൾ, വാടക കെട്ടിടങ്ങൾ, അത് ഹലാലായ കാര്യങ്ങൾക്കേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ലാഹിറായിട്ട് നമുക്ക് ചിലപ്പോൾ അവരെന്താണ് പിന്നെ ഉള്ളിൽ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റൂല. ലാഹിറായിട്ട് പൊതുവെ ഹലാലായ കാര്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മളിവിടെ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള വാടക കെട്ടിടങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്. സക്കാത്ത് കൊടുക്കേണ്ടതില്ല. വാടക കെട്ടിടങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും വിൽക്കാൻ നിയത്താക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ അതിന്റെ ഹൗല് തുടങ്ങുമെന്ന് മാത്രം. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു വാടക കെട്ടിടം നമ്മൾ ഉണ്ടാക്കി ഒരു 5 വർഷം നമ്മൾ വാടക മാത്രം വാങ്ങാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ വാടക മാത്രം വാങ്ങും. അപ്പൊ വാടക വാങ്ങുന്ന സമയത്ത് ആ സമ്പാദ്യം അവന്റെ സമ്പാദ്യത്തിൽ ഉൾപ്പെടും. നേരത്തെ പറഞ്ഞ അവന്റെ സമ്പാദ്യത്തിൽ ഉൾപ്പെടും. ആ സമ്പാദ്യത്തിൽ ഒരു വർഷം കഴിയുമ്പോൾ അതിന്റെ 2% അതിൽ പെടും. അതിൽ വന്നോളും. ആ വാടകകളും മറ്റുമൊക്കെ അതിൽ വന്നോളും. എന്നാൽ വാടക കെട്ടിടം അതിന്റെ മൂല്യം ഇത്ര ഉണ്ടാകും. നമ്മളിപ്പോ ഒരു 50 ലക്ഷത്തിന്റെ ബിൽഡിംഗ് ആയിരിക്കും ഉണ്ടാക്കിയതെന്ന് വിചാരിക്കുക ഉദാഹരണത്തിന്. ആ 50 ലക്ഷത്തിന്റെ 2% കൊടുക്കേണ്ടതില്ല. അപ്പൊ മാസാമാസം അതിലൊരു 10 മുറികളാണുള്ളത്. അതിൽ ഓരോ മുറിയിൽ നിന്നും 10,000 വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പൊ 1 ലക്ഷമാണ് കിട്ടുന്നത് ഒരു മാസം. അത് ഒരു വർഷം കഴിയുന്ന സമയത്ത് അത് ഇത്ര പൈസ നമുക്ക് കിട്ടുന്നുണ്ടാകും. അതിന്റെ ചെലവുകളും മറ്റും ഒക്കെ കഴിച്ചിട്ട് ബാക്കി എത്രയാണ് ഉണ്ടാകുന്നത് അതിന്റെ 2.5% കൊടുക്കേണ്ടത്. അതല്ലാതെ വാടക കെട്ടിടത്തിന് പൂർണ്ണമായി കൊടുക്കേണ്ടതില്ല. ഇനി ഉള്ള ആളുകൾക്കുള്ള സംശയത്തിൽപ്പെട്ടതാണ് നിക്ഷേപങ്ങൾ ഉണ്ടാകും. പല രൂപത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാകും. ഉദാഹരണത്തിന് ഒരു കട, ഒരു ഗ്രോസറി ഷോപ്പ് 3 ആളുകൾ അല്ലെങ്കിൽ 2 ആളുകൾ കൂടി തുടങ്ങിയെന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപയാണ് ഒരു പലചരക്ക് കട. വളരെ കുറഞ്ഞൊരു എമൗണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ എത്രയോ കൂടുതലായിരിക്കണം ചിലപ്പോൾ. 10 ലക്ഷത്തിന്റെ ഒരു കടയാണ് എന്ന് വിചാരിക്കുക. 2 ആളുകളും 5-5 ലക്ഷം രൂപ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഈ 5 ലക്ഷത്തിനും കൊല്ലം കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല, 5 ലക്ഷത്തിനല്ല കൊടുക്കേണ്ടത്. ഈ 2 വ്യക്തികളും 10 ലക്ഷം ആ ഗ്രോസറി ഷോപ്പിന് ചെലവഴിക്കുന്ന സമയത്ത് 10 ലക്ഷവും എന്ത് ചെയ്യുന്നില്ല, വിൽക്കാനുള്ള പ്രൊഡക്റ്റ് ആയിരിക്കില്ല വാങ്ങുക. അപ്പൊ ഷോപ്പിന് ചിലപ്പോ അവിടെ നമുക്ക് സീലിംഗ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ AC വാങ്ങേണ്ടി വരും, അതിന് റാക്കുകൾ അടിക്കേണ്ടി വരും, കമ്പ്യൂട്ടറുകൾ വാങ്ങേണ്ടി വരും. അങ്ങനെ ഒരുപാട് ചെലവുകളുണ്ട്. അതൊന്നും നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ല, അതൊക്കെ ആ ഷോപ്പ് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ 10 ലക്ഷത്തിൽ ചിലപ്പോൾ ഒരു 3 ലക്ഷമോ 4 ലക്ഷമോ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആവശ്യമൊന്നായിരിക്കും. അത് നമ്മൾ നോക്കേണ്ടതില്ല, അതിന് സക്കാത്തില്ല. പിന്നെ നമ്മൾ അന്ന് പ്രൊഡക്റ്റ് ആയിട്ട് വിൽക്കാനായിട്ട് ഉള്ളത് 6 ലക്ഷത്തിന്റെ 7 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. അത് അന്ന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല, നമ്മളന്ന് വാങ്ങിയിട്ടേ ഉള്ളൂ. അതൊരു വർഷം കഴിയുന്ന സമയത്ത്, ഉദാഹരണത്തിന് മുഹറം 1-ന് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ വ്യക്തി അടുത്ത മുഹറം 1 ആകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിലുള്ള സക്കാത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കുക. ഇപ്പോൾ ഇവിടെ 2 വ്യക്തികളുണ്ട്. ഓരോ വ്യക്തിയും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. 2 ആളുകളാണുള്ളത്. ഇത് വേണമെങ്കിൽ ഈ 2 ആളുകളും മുസ്ലിമീങ്ങളായ 2 ആളുകളാണെങ്കിൽ അവർക്ക് ഷോപ്പിന്റെ ഒരു സക്കാത്ത് അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. അവനവന്റെ മറ്റു ചെലവുകളും അവന്റെ മറ്റു വരുമാനങ്ങളും ഒക്കെ അത് വേറെ സക്കാത്ത് കൊടുക്കാം. ഷോപ്പിന്റെ സക്കാത്ത് 2 പേർക്കും കൂടിയിട്ട് എന്താകാം, അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഇനി അതല്ല, 2 പേരും അതിന്റെ പകുതി അവരുടെ ഷെയർ ഉണ്ടാകും 50%. അപ്പൊ എത്രയാണോ ഉണ്ടാകുക, ചിലപ്പോൾ നാം പറഞ്ഞതുപോലെ തുടക്കത്തിൽ 7 ലക്ഷമാണ് സാധനങ്ങൾക്ക് കൊടുത്തതെങ്കിൽ അടുത്ത വർഷം അത്രയൊന്നായിരിക്കും ഉണ്ടാകുക. അതിന്റെ ഒരുപാട് ലാഭങ്ങളൊക്കെ വന്ന് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടാകും. അതിനേക്കാളും എത്രയോ മൂല്യം ചിലപ്പോൾ അവിടെ പ്രൊഡക്റ്റുകൾ കയറിയിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ നമ്മൾ കൂട്ടണം. അതുപോലെ ആ ഷോപ്പിൽ നിന്ന് കിട്ടിയ വരുമാനങ്ങൾ, അവരുടെ കയ്യിലുള്ള കറൻസികൾ, അവർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കടങ്ങൾ, അവർ കിട്ടുമെന്ന് പുറത്ത് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഷോപ്പിൽ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ ഒക്കെ ചിലപ്പോൾ കിട്ടാനുണ്ടാകും. അപ്പൊ കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ്, പെട്ടെന്ന് എപ്പോഴും ആണെങ്കിൽ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ആണ് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. അത് ഒരുമിച്ച് വേണമെങ്കിൽ ആ ഷോപ്പിൽ 2 പേർക്കും കൂടി സക്കാത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ 2 പേരും സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ഭാഗം, അവരുടെ പോർഷൻ ഏകദേശം ഒരു 6 ലക്ഷത്തിന് മുതൽ എനിക്ക് അവിടെ ഉണ്ട്, മറ്റേ ആൾക്കും 6 ലക്ഷത്തിനുണ്ട്. അപ്പൊ ഈ 6 ലക്ഷത്തിന് മുതൽ അതിന്റെ സക്കാത്ത് അയാൾ കൊടുക്കണം. അതുപോലെ ഇയാൾക്ക് വേറെ സ്വർണവും മറ്റു സമ്പത്തും ഒക്കെ ഉണ്ട് എങ്കിൽ അതിന്റെ സക്കാത്തും അയാൾ കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവെ ആളുകൾക്ക് ആവശ്യമുണ്ടാകുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക.
അതുപോലെ തന്നെ നമ്മൾ പിന്നെ പ്രൊഡക്റ്റ് അല്ലാത്ത രൂപത്തിൽ നമ്മൾ സമ്പത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്കൂളിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അവിടെ യഥാർത്ഥത്തിൽ ആ സ്കൂളിൽ നിന്ന് മാസത്തിൽ ഉണ്ടാകുന്ന വരുമാനം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാകുന്ന വരുമാനം അതിനാണ് സക്കാത്തുള്ളൂ. കാരണം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റീവ് അല്ലാത്ത ഇങ്ങനെയുള്ള സർവീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൂടുതലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം വരിക അവിടുത്തെ ബിൽഡിങ്ങിനും അവിടുത്തെ മെഷീനറിക്കുമൊക്കെ ആയിരിക്കും. അതിനൊന്നും സക്കാത്തില്ല. ഇപ്പൊ ചിലപ്പോൾ 50 ലക്ഷത്തിന്റെയും അത്രയൊക്കെ വലിയ മെഷീനറിയൊക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ വേണ്ടി വരും. അപ്പൊ അതിനൊന്നും സക്കാത്തില്ല. പിന്നെയോ അതിൽ നിന്നും ഓരോ മാസം എത്രയാണോ വരുമാനം ഉണ്ടാക്കുന്നത്, വർഷത്തിൽ എത്രയാണോ വരുമാനം ഉണ്ടാക്കുന്നത്, ആ വരുമാനത്തിലാണ് സക്കാത്തുള്ളത്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കച്ചവട സ്ഥാപനങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ നമ്മൾ പൈസ ഇടുന്ന സമയത്ത് അതിലുള്ള പ്രൊഡക്റ്റുകളാണ് കൂടുതൽ വിൽക്കുന്നത്. ഹോസ്പിറ്റലുകളിൽ പ്രൊഡക്റ്റുകളല്ല, സർവീസാണ് അവർ വിൽക്കുന്നത്. ആ സർവീസിന് പകരമായിട്ടാണ് അവിടെ പൈസ വാങ്ങുന്നത്. അപ്പൊ അതിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓരോരുത്തരുടെയും അവരുടെ കച്ചവടവും മറ്റുമായിട്ടുള്ള കാര്യത്തിൽ വ്യത്യസ്ത ചോദ്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും. എങ്ങനെയായാലും സമ്പത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അതീവ ഗുരുതരമായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അത് സക്കാത്ത് കൊടുക്കാതെ നമ്മുടെ കയ്യിലായി പോകുന്നതും അത് ഗുരുതരമായി ശ്രദ്ധിക്കുക. വേറെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ് സാലറിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ സാലറി കിട്ടുന്ന വ്യക്തികൾ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന്. സാലറി കിട്ടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ മാസത്തിൽ ചിലപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒരു വ്യക്തിക്ക് ഒരു മാസത്തിൽ കിട്ടുന്ന വരുമാനം ഒരു 15,000 രൂപയാണെന്ന് വിചാരിക്കുക. 15,000 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയായാലും അത് നിസാബിൽ വരുന്നില്ല, അതിലവന് ചെലവും ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് 10,000 രൂപ ചെലവ്, 5,000 രൂപയാണ് അവന്റെ കയ്യിൽ ബാക്കി ഉണ്ടാക്കുക. അവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും നിസാബിലെത്തില്ല, ഒന്നാമത്തെ മാസത്തിലെത്തില്ല, മുഹറത്തിലെത്തില്ല, സഫറിലെത്തില്ല, റബിയുൽ അവലിലെത്തില്ല, റബിയുൽ ആഖറിലെത്തില്ല, ജുമാദുൽ അവലിൽ എത്തൂല. കാരണം ഈ 5,000 ബാക്കി ഉണ്ടാവും. നാം പറഞ്ഞ വെള്ളിയുടെ നിസാബെങ്കിലും എത്തണമെങ്കിൽ 40,000 ചില്ലറ അത്രയും വരണം. അങ്ങനെ എത്രാമത്തെ ഒരു മാസത്തിൽ, 8ാമത്തെ ഒരു മാസത്തിൽ അവന്റെ കയ്യിൽ ഒരു 50,000 രൂപയായി എന്ന് വിചാരിക്കുക. അപ്പോഴാണ് അവന്റെ നിസാബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല സാലറി വാങ്ങി അന്ന് മുതൽ സക്കാത്ത് കൊടുക്കണ്ട, അപ്പോഴാണ് അവന്റെ നിസാബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അതല്ല ഒരാൾക്ക് സാലറി വലിയ സാലറിയാണ്, 1 ലക്ഷം രൂപയൊക്കെ മാസത്തിൽ വാങ്ങുന്നുണ്ടെങ്കിൽ വെള്ളിയുടെ കണക്ക് പ്രകാരം ഒന്നാമത്തെ മാസത്തിൽ തന്നെ ചിലപ്പോൾ അയാളുടെ നിസാബ് എത്തിയിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ തന്നെ സക്കാത്ത് കൊടുക്കണ്ട. ഇപ്പൊ മുഹറത്തിൽ ഒന്നാമത്തെ സാലറി വാങ്ങിയാൽ അടുത്ത മുഹറം ആകുന്ന സമയത്താണ് നോക്കേണ്ടത്. യഥാർത്ഥത്തിൽ സക്കാത്തിന് ഓരോ പൈസക്കും പ്രത്യേകം ഹൗലുണ്ടാകും. അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് മുഹറത്തിൽ കിട്ടിയ പൈസ എപ്പോഴാണോ നിങ്ങൾക്ക് നിസാബ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മുഹറത്തിൽ തന്നെ നിസാബ് സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത മുഹറം ആകുന്ന സമയത്ത് അപ്പൊ തൊട്ട് അവസാനത്തെ ദുൽഹിജ്ജയിൽ കിട്ടിയ, അവസാന മാസമായ ദുൽഹിജ്ജയിൽ കിട്ടിയ പൈസ വരെ ചിലപ്പോൾ അവന്റെ അടുത്ത് ഉണ്ടാവും, സാലറി വരെ ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു ഹൗല് തികഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഒരു പൈസ കിട്ടിയാൽ ഉടനെ കൊടുക്കണമെന്നല്ല. പക്ഷെ അവന് എളുപ്പം എന്താണ്, കാരണം സക്കാത്ത് നേരത്തെ കൊടുക്കൽ അനുവദനീയമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ആ പൈസയും കൂടി കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കുക. ആ പൈസയും കൂടി കൂട്ടിയപ്പോൾ മൊത്തത്തിൽ അവന് ഒരു വർഷമാകുമ്പോൾ അവന്റെ ബാങ്കിലോ കയ്യിലോ മറ്റുമൊക്കെ ആയിട്ട് അവന്റെ കയ്യിൽ ഇത്ര 5 ലക്ഷം രൂപയുണ്ട് എങ്കിൽ അതിന്റെ 2.5% കൊടുക്കുക. ഇപ്പൊ ചുരുക്കത്തിൽ വളരെ എളുപ്പമാണ് സക്കാത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ എളുപ്പമാണ്. നമ്മുടെ കയ്യിൽ വരുന്ന കാര്യങ്ങൾ, ഇൻകമുകൾ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കണക്കൂട്ടേണ്ടതില്ല. ഇൻകമുകൾ പല രൂപത്തിൽ വരും. കാരണം അതിൽ ചെലവഴിഞ്ഞു പോകുന്നുണ്ട്, ഒരുപാട് ചെലവുകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഹൗല് നമ്മൾ നിസാബ് സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത വർഷം അതേ സമയമാകുമ്പോൾ എത്രയുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. ഏതൊക്കെ രൂപത്തിൽ വരുന്നത് അതൊന്നും എഴുതി വെക്കണമെന്നില്ല. കാരണം എഴുതി വെക്കുന്നത് പലതും ഇപ്പുറത്തെ വഴിക്ക് പോകുന്നുണ്ടാവും. എഴുതി വെക്കുന്നത് പലതും 1 ലക്ഷം റുപ്യ ഒരു മാസം കിട്ടി, അടുത്ത മാസം അത് ഒരു ബൈക്ക് വാങ്ങി, അപ്പൊ അതിലൊരു 50,000 പോയി, അപ്പൊ പോയിട്ടുണ്ടാവും. അപ്പൊ അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ നമ്മൾ നിസാബ് എപ്പോൾ എത്തിയെന്ന് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ 45,000 എപ്പോൾ എത്തിയെന്ന് നോക്കുക. അടുത്ത വർഷം അതേ സമയം എത്തുന്ന സമയത്ത് എത്രയാണ് അവന്റെ കയ്യിൽ ബാക്കിയുള്ളത് എന്ന് നോക്കുക. ചെലവുകളുമൊക്കെ കഴിഞ്ഞിട്ട് എത്രയാണ് ബാക്കിയുള്ളത്, അതിന്റെ 2.5% കൊടുത്താൽ എളുപ്പമാണ്. ഷോപ്പിലും അങ്ങനെ തന്നെ. ഷോപ്പിൽ പല കാര്യം ഉണ്ടാവും. ഒരു ഷോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ സാലറി കൊടുക്കുന്നുണ്ടാവും, അവിടെ പല രൂപത്തിൽ ആ സാധനം വാങ്ങുന്നുണ്ടാവും, ഈ സാധനം വാങ്ങുന്നുണ്ടാവും, സാലറി കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഒന്നും നോക്കേണ്ടതില്ല. മിക്കവാറും ഷോപ്പുകളിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നിസാബ് എത്തും. കാരണം വെള്ളിയുടെ കണക്ക് ആണ് അതിന് നോക്കേണ്ടത്. 40,000 കുറഞ്ഞിട്ടൊന്നും ഒരു പ്രൊഡക്റ്റ് ആരും വാങ്ങി വെക്കാൻ സാധ്യതയില്ല ഒരു ഷോപ്പാകുമ്പോൾ. അപ്പൊ എന്നാണ് ഷോപ്പിന്റെ ഉദ്ഘാടന ഡേറ്റ്,
അന്ന് അതിന്റെ നിസാബ് എത്തിയതായിട്ട് നമുക്ക് കണക്കൂട്ട്. അടുത്ത അതേ ഡേറ്റ് എത്തുന്ന സമയത്ത് ഹിജ്രി മാസം നോക്കിയിട്ട് നമ്മുടെ ഷോപ്പിലുള്ള നാം പറഞ്ഞതുപോലെ അതിന്റെ ലാഭങ്ങളും മറ്റു എത്രയാണുള്ളത്, നമ്മുടെ കയ്യിൽ എത്ര പൈസയുണ്ട്, ഷോപ്പിന് ബന്ധപ്പെട്ട ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്, എത്ര കിട്ടുമെന്ന് ഉറപ്പുള്ള എത്ര കടം നമ്മുടെ ലൈനിലൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ എത്രയാണ് അവിടെയുള്ള സ്റ്റോക്കിന് ഏകദേശം ആവറേജ് പ്രോഫിറ്റ് ഇട്ടാലുള്ളൊരു വില, മതിപ്പ് വില എത്രയുണ്ട്, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പാദ്യങ്ങൾ അത് ഹലാലായ രൂപത്തിൽ മാത്രം അത് സ്വരൂപിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന, അവൻ തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ മാത്രം ചിലവഴിക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും പകർന്നു കൊടുക്കാനുമുള്ള തൗഫീക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.